ഗ്രീൻ എനർജി ഫോറത്തിന്റെ പ്രസിഡന്റ് പ്രൊഫസർ വി കെ ദാമോദരൻ സാർ, വൈസ് പ്രസിഡന്റ് ഫിവോജെ ലബ്ബ സാർ, ഇന്നത്തെ നമ്മളുടെ വിശിഷ്ടാതിഥി ഡോക്ടർ കെ ആർ സുരേഷ് കുമാർ സാർ, കോർഡിനേറ്റേഴ്സായ ഡോക്ടർ അനിത ശങ്കർ, മധുകൃഷ്ണൻ, ഡോക്ടർ എസ് പി ശ്യാമള തുടങ്ങി എല്ലാവരെയും ഞാൻ ആദ്യമായി ഒന്ന് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് 9ാമത്തെ ക്ലാസ്സാണ് നടക്കുന്നത്. ഇതുവരെ നടന്നുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ വീഡിയോ അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനൽ അത് ഇട്ടിട്ടുണ്ട്. വളരെ സന്തോഷകരമെന്ന് പറയാവുന്ന 129 ആൾക്കാർ, കുട്ടികളും അധ്യാപകരകത്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ തന്നെ. അപ്പോൾ അവരുടെ ഇടയിൽ എന്തായാലും ഈ മെസ്സേജ് ഉറപ്പായിട്ട് എത്തുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ കൂടുതൽ കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിനകത്ത്. ഇന്നത്തെ മുഖ്യ അതിഥിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല. കാര്യം വി കെ ദാമോദരൻ സാറ് ഔപചാരികമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു വാക്ക്, അദ്ദേഹം ഈസ് എൻ ഇൻവെന്റർ, ഹെൽത്ത് കെയർ ഡിഫൻസ്, ആൻഡ് ഹീസ് എ MD ഓഫ് ദി അമരാജ് രാജ ഡിസൈൻ ആൽഫ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ മേഖലയിൽ വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഡോക്ടർ കെ ആർ സുരേഷ് നായർ സാറിന് ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇതിന്റെ അധ്യക്ഷന് പ്രൊഫസർ വി കെ ദാമോദരൻ സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഇതിന്റെ പാർട്ടാണ്. വാസ്തവത്തില് ഈ ഒരു ഇന്നോവേഷൻ എന്നുള്ള ഒരു ആശയം ഈ പ്രോജക്റ്റ് വഴി നടപ്പിലാക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇതിനകത്ത്. ഇതിപ്പോ നമ്മള് കൊല്ലം ജില്ലയിൽ 83 സ്കൂൾസ് ആൻഡ് കോളേജസിലും ആലപ്പുഴ ജില്ലയിൽ 70ഓളം സ്കൂൾസ് ആൻഡ് കോളേജിലും ഇത് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഒരു വ്യക്തമായ ഒരു ധാരണ കിട്ടാനായിട്ട് ഇങ്ങനെ ക്ലാസ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ലബ്ബ സാറ് ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഈ പ്രോജക്റ്റുമായിട്ട് വളരെ സജീവമായിട്ട് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ കോർഡിനേറ്റേഴ്സ്, ടീച്ചേഴ്സ്, അധ്യാപകർ എല്ലാവർക്കും ഞാൻ ആർദ്രമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദാമോദരൻ സാർ. ആദ്യമായിട്ട് ഞാൻ അധ്യക്ഷ പ്രസംഗമായിട്ടൊന്നുമില്ല, പക്ഷെ 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നുമുള്ള വിദ്യാലയങ്ങളിൽ നിന്ന്, കോളേജുകൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ UP സ്കൂൾ തുടങ്ങിയിട്ടുള്ള 3 തട്ടുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികളും അവരുടെ മെന്റർ ടീച്ചേഴ്സുമാണ് ഈ പരിപാടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൊല്ലം ജില്ലയിലുള്ള വിദ്യാർത്ഥികളുമായും അല്ലെങ്കിൽ അവരുടെ മെന്റർ ടീച്ചേഴ്സുമായി ഈ പ്രസംഗ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പലതവണ ഇടപെട്ട് പല കാര്യങ്ങളും അവരുടെ സംശയങ്ങളും തീർത്തു കൊടുത്തിരുന്നു. ആലപ്പുഴയ്ക്കും തുടങ്ങിയെങ്കിലും അത്രയധികം സെഷൻസ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ നടക്കുന്ന 10ാമത്തെ ലെക്ചർ കൂടി കഴിയുന്നതോടൊപ്പം ആലപ്പുഴ ജില്ലയിലുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെയുള്ള സൂം സെഷൻ സൗകര്യപ്രദമായി വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിലുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്നതാണ്. പിന്നീട് ഞാൻ സ്പീക്കറെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യമായിട്ടുള്ള കടമ. ഡോക്ടർ കെ ആർ സുരേഷ് നായർ എന്ന് പറയുന്നത് കേരളത്തിലെ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കണ്ടുപിടുത്തങ്ങളുടെ മേഖലയിൽ ഒട്ടേറെ നൂതനമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ലോകപ്രശസ്തനായിട്ടുള്ള ഒരു സാങ്കേതിക വിദഗ്ധനാണ്. അദ്ദേഹം IEEE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിൻ്റെ ആഗോള സംഘടനയുടെ ഇന്ത്യ കൗൺസിലിൻ്റെ ചെയർമാനായും കേരള സെക്ഷൻ്റെ ചെയർമാനായും കൊച്ചി സബ്സെക്ഷൻ്റെ ചെയർമാനായും ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനും പുറമെ കൊച്ചി സർവകലാശാലയിൽ ഇപ്പോഴുള്ള സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി CSIS എന്ന അവിടെ
ഇപ്പോൾ ഒട്ടേറെ നിങ്ങളിൽ പലരും അവിടെ എക്സ്കർഷൻ നടത്തിയിട്ടുണ്ടാവും, ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ശാസ്ത്രം എങ്ങനെ പ്രായോഗികമായി പഠിക്കാമെന്നുള്ളത് അവിടെ ഒരു പ്രത്യേക സംവിധാനം IEEE വക ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതൊരു പ്രത്യേക ഒരു കിയോസ്ക് പോലെയുള്ള വകയാണ്. അവിടെ ചെന്ന് കമ്പ്യൂട്ടറിലൂടെ നിങ്ങൾക്ക് ഒട്ടേറെ സംഗതികൾ സിമുലേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളതിന് പരിശീലനം നേടാനുള്ളത്. ആ സംഗതി വേറെ ലോകത്തിൽ മറ്റ് ചില സ്ഥലങ്ങളിലും ഇതേ സംഗതി ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഈ യന്ത്ര സംവിധാനം മുഴുക്കെ സെറ്റപ്പ് ചെയ്തത്, അതിൻ്റെ ഒറിജിനൽ ഡിസൈൻ ഉണ്ട്, അത് IEEE ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വിദഗ്ധന്മാർ ചെയ്തതാണ്. പക്ഷേ അതിനെ ആധാരമാക്കി ഇവിടുത്തേക്ക് പ്രത്യേകമായ രീതിയിൽ ഇതിൻ്റെ എല്ലാ കോമ്പണൻസ് ഒക്കെ വാങ്ങി സെപ്പറേറ്റ് ആയിട്ട് അസംബിൾ ചെയ്ത ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ നേതാവായും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അതിനു പുറമെ അമരരാജ ഡിസൈൻ ആൽഫ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. സാങ്കേതിക മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം SFO എന്നുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിൽ വളരെ വളരെ ശ്രദ്ധേയമായ, അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വളരെ സങ്കീർണമായ ഉപകരണങ്ങൾ, നമ്മൾ MRI മെഷീൻ, പിന്നെ അതുപോലെ തന്നെ സ്കാൻ മെഷീൻ, ഇങ്ങനെയുള്ള ഒട്ടേറെ യന്ത്രങ്ങൾ, രണ്ടൊന്നുമല്ല, ആ യന്ത്രങ്ങളെയൊക്കെ തന്നെ വലിയ വലിയ കമ്പനികൾ, ഹിറ്റാച്ചി, ടോഷിബ, അതുപോലെ പല GE മുതലായിട്ടുള്ള പല കമ്പനികളും ഇറക്കിയിട്ടുള്ളതാണ്. ആ കമ്പനികളൊക്കെ തന്നെ അവരുടെ ഉൽപ്പന്നം കുറ്റമറ്റതാക്കാനും ഏറ്റവും കുറഞ്ഞ പദാർത്ഥം ഉപയോഗിച്ച് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന രീതിയിൽ എഞ്ചിനീയർ ചെയ്ത് അതിനെ കൂടുതൽ ലഘുവായിട്ടും ആളുകൾക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സൗകര്യപ്രദമാവുന്ന രീതിയിലും ചെയ്യുന്ന, അതിനുവേണ്ടി 200-ലധികം എഞ്ചിനീയർമാരുടെ ഒരു ഗവേഷണ സംഘത്തെ നയിച്ചിട്ടുള്ള വ്യക്തിയാണ് KR സുരേഷ് നായർ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഞാൻ ഒരിക്കൽ സന്ദർശിക്കുകയുണ്ടായി. അവിടെ നടക്കുന്ന ഗവേഷണങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഒട്ടേറെ നൂതനമായിട്ടുള്ള ശാസ്ത്ര ശാഖകളിൽ, ഫോട്ടോണിക്സ്, അങ്ങനെയുള്ള പുതിയ പുതിയ മേഖലകളിൽ ഒട്ടേറെ ഗവേഷണങ്ങൾ നടത്തുകയും വളരെ സാമൂഹ്യ പ്രധാനമുള്ള ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് KR സുരേഷ് നായർ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുള്ളത്, നമ്മളെ വായിൽ ഒരു ചെറിയൊരു പെൻ ടോർച്ച് പോലെയുള്ള വളരെ മെലിഞ്ഞ ഒരു ട്യൂബ് കടത്തിയിട്ട് ലൈറ്റ് അടിക്കുമ്പോൾ ക്യാൻസർ അതിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ ഉള്ള അറിവുകൾ ആ പ്രോബ് എടുത്ത് അതുവഴി ക്യാൻസർ ഡിറ്റക്ഷന് വളരെ വലിയ ഒരു പുതിയ വഴി തുറന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. കൂടുതലായി പറയുന്നില്ല. അദ്ദേഹം നിങ്ങൾക്കിപ്പോൾ കുട്ടികളെന്ന നിലയിൽ ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് നിരീക്ഷണത്തിലൂടെ പരീക്ഷണത്തിലേക്കും അതിലൂടെ പുതിയ പരിഹാര നിർദ്ദേശങ്ങളിലേക്കും പോവുക എന്നുള്ളത് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അദ്ദേഹം പരിശീലനം നൽകിയ ഒട്ടേറെ വിദഗ്ധരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ ആയിട്ട് അദ്ദേഹം നിങ്ങളോട് സംവദിക്കും. പിന്നെ കൂടുതലായിട്ട് ടോക്കിൻ്റെ അവസാനം ഉണ്ടാകുന്ന ചോദ്യോത്തര വേള വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം നിങ്ങളോട് സരസമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇനി ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്ടർ KR സുരേഷ് നായരെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. വളരെ വളരെ സന്തോഷം. VKD സാറ് നമ്മളുടെയൊക്കെ ഗുരുവാണ്. സോ ഇന്നത്തെ എത്രത്തോളം ഞാൻ ഫലപ്രദമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഇന്നവേഷൻ ഒരു മോട്ടിവേഷണൽ ടോക്കായിട്ട് മാറട്ടെ. ഇതിന് ഒരു രൂപത്തില് നിങ്ങളുടെ എല്ലാവരും മ്യൂട്ട് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. അപ്പം തിരിച്ച് എക്കോ വരില്ല, എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യണം, അതുകൊണ്ട് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ടോക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ സംസാരിക്കാൻ നോക്കാം. ഞാൻ മിക്കവാറും നോക്കട്ടെ. സോറി.
ആദ്യം നമ്മുടെ ഇന്നവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഞാൻ ഈ ഫസ്റ്റ് സ്ലൈഡിൽ കാണിക്കാൻ പോകുന്നത്. സാധാരണ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ആൻ ഐഡിയ ഇൻവെൻഷൻ ഇൻ ടു എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ തോന്നി, നല്ലൊരു ഐഡിയ നമുക്ക് പെട്ടെന്ന് തോന്നി. അത് നമ്മൾ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിനെ ഒരു പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിട്ടോ മാറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം യൂബർ വിളിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവരും. യൂബർ കമ്പനിക്ക് സ്വന്തമായിട്ട് കാറൊന്നുമില്ല. അപ്പം അതിന്റെ ഫൗണ്ടർ അതിന് ഒരു ഐഡിയ തോന്നി, ഇങ്ങനെ ഈ പല ടാക്സി ഡ്രൈവേഴ്സിനെ എല്ലാവരെയും ഒന്ന് അസംബിൾ ചെയ്തിട്ട് അവരൊരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പൊ കസ്റ്റമർ എവിടെ പോകണം എന്നുള്ളത് നമ്മൾ അത് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ഡ്രൈവർ വരും, നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. അപ്പം അതിനു മുമ്പും ടാക്സികൾ ഉണ്ടായിരുന്നു, അതിനു മുമ്പും നമ്മുടെ ടാക്സി യൂസ് ചെയ്ത് പോകുമായിരുന്നു, പക്ഷെ പലപ്പോഴും എക്സ്പെൻസീവ് ആയിരുന്നു. നമുക്ക് അപ്പോഴൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പം സാധാരണ ടാക്സി പിടിക്കും, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ടിക്കറ്റിന്റെ റേറ്റ് വളരെ കുറവാണ്. നമ്മളിപ്പം സാധാരണ നമ്മുടെ ജംഗ്ഷനിലൊക്കെ ഉള്ള ടാക്സികൾ പിടിക്കുകയാണെങ്കിൽ മിനിമം 600-800 രൂപ വേണം. അവിടെ നിന്ന് അനങ്ങണമെങ്കിൽ തന്നെ ഒരു 800-1000 രൂപ കൊടുത്താലേ വരത്തുള്ളൂ. അതുകൊണ്ട് സാധാരണ കാറില്ലാത്തവരെല്ലാം ടാക്സി പിടിക്കുന്ന ഹോസ്പിറ്റലിൽ പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം അത് അത്ര എക്സ്പെൻസീവ്. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് യൂബറിന്റെ ഫൗണ്ടർ ഇങ്ങനെ ഒരു ഇത് തീരുമാനിച്ചത്. അത് ആ ഐഡിയ മനസ്സിൽ വെക്കാതെ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട്, അത് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ആൾറെഡി ടാക്സി ഉണ്ടായിരുന്നു, ആൾറെഡി ആൾക്കാർ ടാക്സി പിടിക്കുമായിരുന്നു, എന്നിട്ടും ഇതിനെ ഒരു ഇന്നോവേഷൻ ആക്കിയത് ആ ഐഡിയ ഇങ്ങനെ ഒരു സർവീസ് ആയിട്ട് മാറ്റി. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് പല ഐഡിയകൾ കാണും. യങ് മൈൻഡിലാണ് സാധാരണ ഈ ഐഡിയാസ് ഒക്കെ വരുന്നത്. ഈ ഐഡിയ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിനെ ഇന്നോവേഷൻ ആക്കണമെങ്കിൽ there should be somebody to buy or somebody to pay. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐഡിയ വേറൊരാൾക്ക് ആവശ്യമാണ്. നമ്മളിപ്പോ പേ അല്ലെങ്കിൽ ഒരാൾ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ വാങ്ങത്തില്ലല്ലോ. അപ്പം മറ്റൊരാൾക്ക് ആവശ്യമായ ഒരു ഐഡിയയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കൊരു നല്ല ഐഡിയ തോന്നി, എനിക്കൊരു ഭയങ്കര ഐഡിയ തോന്നി ഡ്രീമില്, അത് ഐഡിയ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ അത് ഇന്നോവേഷൻ ആകണമെങ്കിൽ അതിനെ മാറ്റി അവിടെ അതിന് കസ്റ്റമർ കൂടെ വേണ്ടി വരും. അല്ലാതെ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് കസ്റ്റമർ വരും എന്നുള്ള ഒരു അസംഷൻ അത് ശരിയല്ല. അതാണ് സാധാരണ ഇൻഡസ്ട്രീസിൽ നടക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മളൊരു ചെറിയ ഒരു ഇതായിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു തമാശ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ, സാധാരണ ആരെങ്കിലുമൊക്കെ വീഴുമല്ലോ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് വീണായിരുന്നു, എൻ്റെ കയ്യിലൊരു ഫ്രാക്ചർ വന്നു ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ബാൻഡേജ് ഇടും, അപ്പം അത് നല്ല ഇതാണ്, പക്ഷെ നമുക്ക് കൈ അണക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ പുറത്ത് വന്നിട്ട് നമ്മളെ വീട്ടിൽ പോയാലും നമ്മളുടെ ബന്ധുക്കളായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഇത് കാണുമ്പം, നിങ്ങൾ കാണുമ്പം ആദ്യം ചോദിക്കുന്നത് എന്താണ്, എന്ത് പറ്റി അല്ലെങ്കിൽ എങ്ങനെ പറ്റി, ഇത് എല്ലാവരും ചോദിക്കുക. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ എനർജി ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പ്ലാൻ ചെയ്തത്, ഒരു സ്ലിങ്, അതിന്റെ പുറത്തൊരു സ്ലിങ് ഇടുക. ആ സ്ലിങ്ങിന്റെ പുറത്ത് നമ്മൾ എങ്ങനെയാണ് വീണു എന്നുള്ളതിന്റെ ഒരു പിക്ചർ പ്രിന്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ കാണുന്ന പോലെ ആദ്യത്തത് ഡോഗ് ഞങ്ങളെ ഓടിച്ചു, അതുകൊണ്ട് ഞാൻ വീണു. സെക്കൻഡ് വൺ, ഞാൻ സ്റ്റേഴ്സിനെ പടവ് എന്ന് പറഞ്ഞുകൊണ്ട് വീണു. മൂന്നാമത്തെ, ഞാൻ കളിച്ചപ്പോഴേ സ്പോർട്സിൽ പോയപ്പോൾ ഗെയിംസിൽ പോയപ്പോൾ ഞാൻ വീണു. നാലാമത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർവ് ചെയ്ത് വെക്കാം, എന്തോ ഫാമിലി പ്രോബ്ലത്തില് അവിടെ ഇടിയൊക്കെ ഉണ്ടായി, അങ്ങനെയാണ് പറ്റിയത് എന്നുള്ളത് നിങ്ങൾക്ക് റിസർവ് ചെയ്ത് വെക്കാം. അപ്പം ഇത് ഇട്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല എങ്ങനെയാണ് ഇത് പറ്റിയെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരു 1000-1500 പേരോട് പറഞ്ഞാണ് ഇത് എങ്ങനെ പറ്റിയെന്നുള്ളത്. രാവിലെ എണീറ്റ് പോയി, അവിടെ മഴയായിരുന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊന്നും ആവശ്യമില്ല. ഇതൊരു ഇന്നോവേഷൻ ആണ്, ഇത് ആൾക്കാർ വാങ്ങാൻ റെഡിയാണ്. ഓക്കെ, ഒരു തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും ഞാൻ പറയുന്ന അങ്ങനെയാണ് ഈ ഐഡിയകൾ വരുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് വരാം. നിങ്ങൾക്ക് ഞാൻ MRI ആണ് സാധാരണ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ MRI, കുഞ്ഞുങ്ങളൊന്നും ചിലപ്പോൾ MRI ഒന്നും കാര്യമില്ല, നിങ്ങൾ എക്സ്റേ മിക്കാറും കണ്ടാണ്. എക്സ്റേ എടുക്കുന്നു, നമ്മുടെ കൈ ഒടിഞ്ഞു പോകുമ്പോൾ ഇതിനകത്ത് എന്താണ് പറ്റിയെന്നുള്ളത് അറിയണമെങ്കിൽ ഡോക്ടർക്ക് എക്സ്റേ എടുക്കണം. എക്സ്റേ ആകുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വേറെ ഒന്നുമല്ല, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തന്നെയാണ്. അതിന്റെ ഫ്രീക്വൻസി ഇങ്ങനെ കൂടിക്കൂടി പോകും. അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
ഇപ്പം ആദ്യം ഒരു റേഡിയോയിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്, അത് കഴിഞ്ഞ് മൈക്രോവേവ്, നിങ്ങൾ കണ്ട് ടവറിൽ ഇങ്ങനെ ഒരു കുളാമ്പി പോലത്തെ സാധനങ്ങൾ വെച്ചേക്കുന്നത്, അത് മൈക്രോവേവ് ആണ്. കുറച്ചുകൂടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ അത് ഇൻഫ്രാറെഡ് ആയിട്ട് മാറും, നമുക്ക് ചിലപ്പം കാണാൻ പറ്റാതെയാകും. അടുത്ത് കുറച്ചുകൂടെ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വിസിബിൾ ലൈറ്റ് ആയിട്ട് മാറും. സാധാരണ ലൈറ്റ്, നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ്, ഇപ്പൊ കാണുന്നത് ഇവിടെ ലൈറ്റ് അല്ല. കുറച്ചും കൂടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് അൾട്രാ വയലറ്റ് ലൈറ്റ് ആയിട്ട് മാറും. പിന്നെയും നമ്മൾ അതിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലാണ് എക്സ്റേ ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്കിത് ആൾക്കാർക്ക് അറിയില്ല. ഈ റേഡിയോ മാഗ്നറ്റിക് ഈ ടൈപ്പിലുള്ള വേവ്സ് അതിന്റെ ഫ്രീക്വൻസി കൂട്ടി നോക്കുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. ഓപ്റ്റിക്കലായിട്ട് മാറും, പിന്നെ എക്സ്റേ ആയിട്ട് മാറും. അതിൻ്റെയൊക്കെ ഓരോ കോൺസിക്വൻസും ഉണ്ട്. നമുക്കിപ്പോൾ എക്സ്റേ നമ്മുടെ കണ്ണിലടിക്കാൻ പാടില്ല, അത് വളരെ ഡേഞ്ചറസ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യൂ. ഇതൊക്കെ കണ്ടുപിടിച്ച് ആൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. റോൺചൻ അത് ആൾറെഡി ഈ എക്സ്റേ ഇൻവെന്റ് ചെയ്തിട്ട് അത് സയന്റിഫിക് ഇതായിട്ട് നമ്മളൊന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു ഐഡിയ അവർ ഡെവലപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട്, സയന്റിസ്റ്റ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനെ എങ്ങനെ നമുക്ക് സൊസൈറ്റിക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ചെസ്റ്റില് ഭയങ്കര കൺജഷനായി, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് കൺജഷൻ വരികയാണെങ്കിൽ ഡോക്ടർ പറയും ഒരു എക്സ്റേ എടുക്കണം. അപ്പം എക്സ്റേ എടുക്കണം എന്ന് പറയുമ്പം നമ്മുടെ സയന്റിസ്റ്റ് ആ ഐഡിയയൊക്കെ കൊണ്ടുവന്നു എക്സ്റേ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത്. അതിനെ ഒരു ഇക്വിപ്മെന്റ് ആയിട്ട്, യൂസബിൾ ഇക്വിപ്മെന്റ് ആയിട്ട് മാറ്റി എഞ്ചിനീയേഴ്സ് ആണ്, ഇൻഡസ്ട്രീസ് ആണ്, നമ്മളെ പോലുള്ള ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പം ഇതിൽ തന്നെ ഞാൻ ഈ രണ്ടാമത്തെ പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ എക്സ്റേ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. അങ്ങനെ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അത് നമ്മുടെ പുറത്ത് വരുന്നത് പോലെ ഒരു സ്ഥലമുണ്ട്, അതിന്റെ മറു സൈഡ് അതിന് ഡിറ്റക്ട് ചെയ്യുന്ന മുമ്പ് എല്ലാം എക്സ്റേ ഫിലിം ആയിരുന്നു, അത് പിന്നെ പ്രോസസ് ചെയ്തെടുക്കണം. ഇപ്പോഴെങ്ങനെയല്ല, എല്ലാം ഡിജിറ്റലായി. അതൊക്കെ ചെയ്യുന്നത് ഇൻഡസ്ട്രിയാണ്. അപ്പം നമുക്ക് ഈ R&Dയും എഞ്ചിനീയറിങ്ങും, സയൻസ്, എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രി, ഇത്രയും വന്നാലാണ് നമുക്കൊരു സൊസൈറ്റിക്ക് ഒരു യൂസ് ആവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നമുക്കിപ്പം ഡോക്ടറിന്റെ അടുത്ത് ഈ സ്റ്റോറിയൊക്കെ, എക്സ്റേയുടെ സ്റ്റോറിയും ഫ്രീക്വൻസിയും പറഞ്ഞുകൊണ്ട് പോയാൽ ഒരു കാര്യവുമില്ല. അവർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള എക്സ്റേ ഇമേജ് ആണ്. അവിടെ നിന്നാണ് അവർ കണ്ടുപിടിക്കുന്നത്, ഓക്കെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ആ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാതിരിക്കൂ ദയവ് ചെയ്ത്. ഓക്കെ, പിന്നെ അതൊക്കെ ആയി. പിന്നെ എന്നോട് ചോദിക്കും, ഹൗ വിൽ ഐ ഗെറ്റ് ഗുഡ് ഐഡിയാസ്? ഇത് എല്ലാവരും ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് എനിക്കൊരു നല്ല ഐഡിയ കിട്ടുന്നത്? അപ്പൊ എനിക്ക് വളരെ വേൾഡ് ഫേമസ് ആവാം, ആ ഐഡിയ ഉണ്ടെങ്കിൽ ഞാനാകുമായിരുന്നല്ലോ. അതുകൊണ്ട് 1-2 ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഗുഡ് ഐഡിയാസ് കിട്ടുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എങ്ങനെയാണ് നല്ല ഐഡിയ കിട്ടുന്നത്, എങ്ങനെയാണ് നല്ല ഐഡിയ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ എന്റെ മുമ്പിൽ വരുന്ന ഒരു പിക്ചറാണ് ഇത്. ഈ ആദം ആൻഡ് ഈവ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏതൻസിൽ എന്ത് നടന്നു എന്നുള്ളത്. അടുത്ത് ഐസക് ന്യൂട്ടൺ തലയിലെ ആപ്പിൾ വീണപ്പം ഗ്രാവിറ്റേഷൻ ലോ വന്നു. പിന്നെ സ്റ്റീവ് ജോബ്സ്, നിങ്ങൾക്കറിയാം, എല്ലാ ഐഫോണൊക്കെ അതിൻ്റെയൊക്കെ ഫൗണ്ടർ, ഇൻവെന്റർ ഒക്കെ സ്റ്റീവ് ജോബ്സ് ആണ്. പുള്ളിയും ആപ്പിളിന്റെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, എന്തെങ്കിലും നല്ലൊരു ഐഡിയ വരണമെങ്കിൽ ആപ്പിളുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യണം. ഓക്കെ, എന്നാലേ എനിക്ക് നല്ലൊരു ഐഡിയ വരത്തുള്ളൂ, എനിക്ക് വേൾഡ് ഫേമസ് ആവാം. അപ്പൊ ഇതാണ് ആപ്പിൾ മരത്തിന്റെ താഴെ ഇരുന്നിട്ടാണ് ന്യൂട്ടൺ ഇത് കിട്ടിയത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളെവിടെയാണ്? നമ്മളിവിടെ കേരളത്തിലാണ്, നമുക്ക് ആപ്പിൾ ഒന്നും ഇല്ല, നമുക്ക് ഈ കോക്കനട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പുറകെ നമ്മളും അവിടെ ചെയ്ത പോലെ, ഐസക് ന്യൂട്ടൺ ചെയ്ത പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഈ തെങ്ങിന്റെ താഴെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങ വീണ് മരിച്ചു പോകത്തുള്ളൂ. അപ്പം ഒരു ഐഡിയ കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പൊ അതെങ്ങനെ നമുക്ക് കളയാം? അത് പറ്റില്ല. വേറെ എങ്ങനെയാണ്? ദെൻ ഹൗ വിൽ ഐ ഗെറ്റ് ഗുഡ് ഐഡിയാസ്? ഇത് നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിപ്പം കറക്റ്റ് ആയിട്ട് കാർബൺ ന്യൂട്രൽ നിങ്ങളിപ്പം ഫോക്കസ് ചെയ്യുന്നത് ഇതിലല്ലായിരിക്കും, പക്ഷേ എന്നാലും നിങ്ങൾക്ക് മിക്കവാറും കുറെ ഐഡിയാസ് ഇതിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി ഒരുപാട് അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മെയിൻലി സോഷ്യൽ ഇമ്പാക്ട് വരുന്നത്. സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് സൊസൈറ്റിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് സോഷ്യൽ ഇമ്പാക്ട് വരുന്നത്. ഡിസ്റപ്റ്റീവ് ആവാം, എങ്ങനെ ഉള്ളതാവും. അപ്പൊ അതിലുള്ളത് വെച്ചിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അഗ്രികൾച്ചർ. നമ്മൾ നോക്കുന്ന അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ, ഞാൻ അതൊന്നും വായിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് 1-2 എക്സാമ്പിൾ പറഞ്ഞിട്ട് നിർത്താം. അഗ്രികൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടോ, മുമ്പ് ഈ നമ്മളെങ്ങനെയാണ് സാധാരണ ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ അരിയുണ്ട്, അല്ലെങ്കിൽ ഗോതമ്പ്, വീറ്റിന്റെ ആട്ടയുണ്ട്, എവിടുന്നൊക്കെ പച്ചക്കറികൾ വരുന്നുണ്ട്, അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ അതുമില്ലെങ്കിൽ എന്താണ് ഒരു ഐഡിയ? സ്വിഗ്ഗി ഉണ്ട്. ഓക്കെ, ഉടനെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. സ്വിഗ്ഗിയിൽ മൊബൈലിൽ ഇരുന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ ഫുഡ് നേരെ ഇവിടെ വരും. എന്ത് വേണമെങ്കിലും, മറ്റേ അറബിക് ഫുഡ് ആണെങ്കിലും, ജങ്ക് ഫുഡ് ആണെങ്കിലും, പിസ്സ ആണെങ്കിലും, എന്ത് വേണമെങ്കിലും ഇവിടെ വരും. ഓക്കെ, അതിവിടെ വരും.
നമ്മൾ ഒരു കാര്യം ആലോചിക്കാത്തത് ഇത് എവിടുന്നാണ് വരുന്നത്. സ്വിഗ്ഗി അല്ല കൊണ്ടുവരുന്നത്, ഇത് എവിടുന്നാണ് ഫൈനലി ഒറിജിനേറ്റ് വരുന്നത്. നിങ്ങളെല്ലാം പലരും പാടവും നെൽപ്പാടവും കണ്ടു കാണാം. അതിലൊന്നും നമ്മളിപ്പം മിക്കവാറും കൃഷിയൊന്നും ചെയ്യുന്നില്ല. കാരണം കേരള നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. എഡ്യൂക്കേറ്റഡ് ആൾക്കാർ നമ്മൾ ഇപ്പൊ എൻ്റെ വളരെ ചെറിയ ഇതിലൊക്കെ ഞാൻ പാടത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ നെല്ലിന്റെ ഇതൊക്കെ ചെയ്തിട്ട് അത് നടങ്ങി ഇതിലൊക്കെ അതൊക്കെ ഭയങ്കര, നമുക്ക് ചപ്പലും ഷൂസ് ഇട്ടുകൊണ്ടല്ല, നമ്മൾ ബെയർ ഫുട്ട് വെച്ചിട്ടാണ് നടക്കുന്നത്, വെള്ളത്തിലും ചളിയിലും അതിലും ഇതൊക്കെ. അപ്പം ഇപ്പോഴും നമ്മൾ അങ്ങനെ പോകാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ ചളിയിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ മുമ്പ് പാടം ശരിയാക്കാനും അങ്ങനെയാണ് നെല്ല് അവിടെ നട്ടേച്ച് പിന്നെ നമ്മുടെ പിന്നീട് നെല്ലായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാറ് നട്ടേച്ച് നെല്ലായിട്ട് എടുക്കുന്നത്. അപ്പം അതേപോലെ എല്ലായിടത്തും പാടങ്ങളുണ്ട്. അതേപോലെ തെങ്ങിന്റെ ഇത് നമ്മളിപ്പം കയറാൻ ആളില്ല, നമുക്കത് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം നമ്മൾ പഠിച്ചു, നമ്മൾ ബിടെക്കും എംടെക്കും MBBS ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെ തെങ്ങ് കയറും എന്നുള്ള ഇതിലാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പം കേരളത്തിൽ നമ്മളിപ്പോൾ, ഞാൻ കേരളത്തിലെ കാര്യം മാത്രം പറയാം, ബാക്കി പഞ്ചാബിലൊക്കെ ഒരുപാട് അഗ്രികൾച്ചർ നടക്കുന്നു. അപ്പൊ കേരളത്തിൽ ഈ കൃഷി നടക്കുന്നില്ല. കാരണം എന്താണ്? നമ്മളെല്ലാം വിചാരിക്കുന്ന ഇതൊരു ലോ കാഡർ ജോബാണ്, നമുക്കൊരു വൈറ്റ് കോളർ ജോബ്. ഓക്കെ, അപ്പം ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ ടെക്നോളജിസ്റ്റ് ആണ്, എഞ്ചിനീയേഴ്സ് ആണ്, നമുക്ക് അത് യൂസ് ചെയ്ത് ഈ ഫാമിങ്ങിനെ തന്നെ വൈറ്റ് കോളർ ജോബാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്, വൈറ്റ് കോളർ ജോബാക്കി മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റിമോട്ട് കൺട്രോൾഡ് ട്രാക്ടറും അതുമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പം ഡ്രോണൊക്കെ പറത്തുന്നില്ല, റിമോട്ട് കൺട്രോൾ. അതുപോലെ നമുക്കിവിടെ ഇരുന്നാൽ മതി, നമ്മളൊരു കമ്പ്യൂട്ടർ വെച്ചിട്ട് ഇരുന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതാണ് അഗ്രികൾച്ചറിൽ നമുക്ക് നല്ലവണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ നെല്ല് നട്ട് വളർത്തുന്നവരും ഈ ഗോതമ്പ് നട്ട് വളർത്തുന്നവരും ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫാർമേഴ്സ് ഒരു ദിവസം പറയുകയാണ്, ഞാൻ ഇത് വേറെ ആർക്കും വിൽക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പട്ടിണിയിലായി പോവും, ചത്തുപോകും. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴേ തന്നെ പ്രിപ്പയർഡ് ആവണം. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ, നമുക്ക് വൈറ്റ് കോളർ ജോബ് തന്നെ വേണം, പക്ഷെ നമുക്ക് ഇതെല്ലാം ഫാമിങ്ങും വേണം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ തെങ്ങ് കയറ്റാൻ തന്നെ വേണമെങ്കിൽ റിമോട്ട് ഇതുണ്ട്. ഞാൻ കുറെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഈ കള്ള് ചെത്താൻ വരെ ഇപ്പോൾ റിമോട്ട്ലി സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആണ്. അപ്പൊ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോൾ ഒരു ഐഡിയ മാത്രമാണ് വേണ്ടത് അവിടെ. ഇനി വാട്ടർ എൻവയൺമെന്റ്, വാട്ടർ മീൻസ് അതിന്റെ നമ്മൾ ഭയങ്കര, നമുക്ക് കുളമുണ്ട്, നദികളൊക്കെ പലതും കണ്ടുപോയെങ്കിലും അതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നറിയില്ല, പല നോർത്ത് ഈസ്റ്റേൺ ആസാം ആ സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ വെള്ളമുണ്ട്, പക്ഷെ അതെല്ലാം ആർസനിക് കണ്ടന്റ് ആണ് അതിൽ. എന്ന് പറഞ്ഞാൽ അത് കുടിച്ചാൽ നമ്മൾ ചത്തുപോകും. അതുകൊണ്ട് അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള വിജ്ഞാനവും അതിനുള്ള ടെക്നോളജിയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്, നമ്മളെല്ലാം എഞ്ചിനീയേഴ്സ് മീൻസ് ഈ സയന്റിഫിക് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് അങ്ങനെയാണ് സൊസൈറ്റിയെ കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ വിമൻ സേഫ്റ്റി, ഇപ്പം സാധാരണ ഉണ്ടല്ലോ വിമൻ സേഫ്റ്റി, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിലേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? മുമ്പ് ഈ പെപ്പർ സ്പ്രേ, അതേപോലെ നിങ്ങളിപ്പോൾ ടാക്സിയിൽ കണ്ടാണ്, നിങ്ങളിപ്പോൾ ഒരു യൂബർ എടുക്കുകയാണെങ്കിൽ ആ ടാക്സിയിൽ അതിനകത്തൊരു ചെറിയ റെഡ് ബട്ടൺ കാണും, ആ സീറ്റിന്റെ അവിടെ തന്നെ ഡ്രൈവറുടെ ബാക്കിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രസ് ചെയ്താൽ മതി, ഉടനെ ആ SOS അപ്രോപ്രിയേറ്റ് ഇതിന് പോലീസിന് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, പോയിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കിട്ടും. എന്തെങ്കിലും നമുക്കൊരു ഡിസ്ട്രെസ് ഉണ്ടാകുകയാണെങ്കിൽ ഒരുപാട് അതൊക്കെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, അതെങ്ങനെയാണ്? നമ്മൾ കഴിച്ചിട്ട് അവിടെ ചവിട്ടുകൂട്ടിലിടും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുത്ത് അവിടെ ഇടും. ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് യു ആർ വർക്കിംഗ് ആണ്. എങ്ങനെയാണ് അതിനെ പ്ലാസ്റ്റിക്കിനൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കളയുന്നു, അത് എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്ലാസ്റ്റിക്കിനെ പ്രോസസ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള വഴിയുണ്ടോ? അപ്പം അത് ബയോ കമ്പാറ്റബിൾ ആയിട്ട് വരാം. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ചെറിയൊരു കുഞ്ഞുമോളുണ്ട്. അപ്പം US-ലാണ് അവരിവിടെ വരുമ്പോഴേ എന്നും ഡയപ്പർ മാറ്റണം. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം 4 പ്രാവശ്യം. ഈ ഡയപ്പർ ഒന്നും ഡിസ്പോസ് ചെയ്യാൻ വഴിയില്ല. നമുക്ക് ബാക്കിയുള്ള ജൈവവളം എല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ അവിടെ തന്നെ ബിന്നും പരിപാടികളൊക്കെ ഉണ്ട്, കമ്പോസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഇതെന്ത് ചെയ്യും? ഒരിടത്ത് കൊടുക്കാനേ പറ്റും, വേറെ രക്ഷയില്ല. അപ്പം നമ്മുടെ ചിന്തിക്കാനുള്ള അതിനൊരു ആൾട്ടർനേറ്റ് എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കൊച്ചു പിള്ളേരാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഒരു ഐഡിയ കൊണ്ടുവരികയാണ്, ഈ ഡയപ്പറൊക്കെ ഹോട്ട് വാട്ടറിൽ ഇടുകയാണെങ്കിൽ ഇത് ഡിസ്പോസ് ആയി പോവും, ഡിസോൾവ് ആയി പോവും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. ഓക്കെ, ഇതേപോലെ എല്ലാത്തിലും
ഹെൽത്തിൽ ഞാൻ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഈ ക്യാൻസറിന്റെ പുറകെ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ബയോപ്സി എടുത്തിട്ടല്ല, അല്ലാതെ ഈസി വേയിൽ എന്തെങ്കിലും ഉണ്ടോ. ഞാനിപ്പം ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രത്ത് നിന്ന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് ഓൾറെഡി പോയിട്ടുണ്ട്, പ്രോഡക്റ്റ് അപ്രൂവലൊക്കെ ആയി പോയിട്ടുണ്ട്. ഈ ബ്രത്ത് നമുക്ക് വെറുതെ ശ്വസിച്ചാൽ മാത്രം മതി. അതിനെ നമ്മൾ എടുത്തിട്ട് പിന്നെ കുറേ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് VOC ഒക്കെ യൂസ് ചെയ്തിട്ട് കുറേ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ക്യാൻസറൊക്കെ ഏർലി ഡിറ്റക്ഷൻ ആണ് ക്യൂർ. നമ്മൾ എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതേപോലെ ഞാൻ സീമെറ്റ് തൃശ്ശൂറുമായിട്ട് ചേർന്ന് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഈ അമ്മമാർക്കൊക്കെ സാധാരണ കണ്ടുവരുന്ന സ്ത്രീകൾക്ക്, അപ്പൊ അതിങ്ങനെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ക്ലീൻ എനർജി, അതാണ് ഒന്ന്. നമ്മുടെ സോളാർ എനർജി അല്ലെങ്കിൽ പല പല എനർജീസ് ഇതുണ്ട്. ഈ നമ്മുടെ ഇപ്പം വിചാരിക്കുന്ന ഓൾറെഡി സോളാർ പാനൽ വന്നല്ലോ, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയല്ല. ഇപ്പൊ സോളാർ പാനൽ വന്നു, അതിലെന്ത് ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കാം. ഫോർ എക്സാമ്പിൾ, അതിൽ കുറെ കഴിയുമ്പോൾ ടെസ്റ്റ് ഒക്കെ പെട്ട് അതിന്റെ എനർജി എഫിഷ്യൻസി ഒക്കെ കുറഞ്ഞു വരും. അത് നമ്മളെങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയണം. അപ്പൊ അതിലേക്ക് വേണ്ടി നമ്മുടെ ഒരു റോബോട്ട് ഡെവലപ്പ് ചെയ്തായിരുന്നു. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വാട്ടർലെസ് ക്ലീനിങ് ആയിട്ട് ഒരു നൈലോൺ യൂസ് ചെയ്ത്, അപ്പൊ അതിങ്ങനെ റോബോട്ട് ഒരു ഫ്രീക്വൻസി ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ. പിന്നെ ഒന്ന് അവസാനത്തെ ഒരു ഇത് ആണ് ഫിസിക്കൽ ഡിസബിലിറ്റി. നമുക്ക് കണ്ണുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ട്, ഓർഗൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പോലെ ഒരുപാട് ആൾക്കാർ ഇതൊന്നും ഇല്ലാത്ത, പലതും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെഫ്, കേൾക്കാൻ പറ്റാത്ത ആള്, ബ്ലൈൻഡ്, കാണാൻ പറ്റാത്ത ആള്, പിന്നെ ഹാൻഡിക്യാപ്ഡ്, നടക്കാൻ പറ്റില്ല അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ആലോചിക്കാം. അതിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബ്ലൈൻഡിന് വേണ്ടി നമ്മളൊരു സ്റ്റിക്ക്, വാക്കിംഗ് സ്റ്റിക്ക് വിത്ത് ക്യാമറയും പരിപാടികളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ വേറൊന്ന് ഡെഫ് ആൻഡ് ഡംബിന് വേണ്ടി നമ്മുടെ ഇപ്പോഴും ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഹിയറിംഗ് എയ്ഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ബോൺ കണ്ടക്ഷൻ ടൈപ്പില്. അല്ലാതെ ഒന്ന് ഡെവലപ്പ് ചെയ്തത് ഒരു വാച്ചാണ്. ഈ വാച്ച് ഈ സ്പീച്ചിനെ അനലൈസ് ചെയ്തിട്ട് ഇവിടെ വൈബ്രേഷൻ കൊടുക്കും അവർക്ക്. ഇപ്പം നമ്മൾ ആ ഡെഫ് ആൻഡ് ഡംബായ ആളിന്റെ പേര് നമ്മൾ വിളിക്കുക റാം എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ വാച്ച് ഈ റാം എന്ന് പറഞ്ഞിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് ഇയാളാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വൈബ്രേഷൻ കൊടുക്കുമ്പോൾ അങ്ങനത്തെ സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, പലതും. പിന്നെ ഹാൻഡിക്യാപ്റ്റ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യുന്നു. അത് ഞാൻ കാണിച്ചു തരാം കുറച്ച് കാര്യം. ഇപ്പം നമ്മുടെ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടപ്പ്, ആ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ IEEE ഇപ്പോഴൊരു പുതിയ ഗ്ലോബൽ ബേസിൽ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി അത് വളരെ മാച്ച് ചെയ്യുന്നു നിങ്ങളുടെ ഈ STEM എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ഈ IEEE STEM എന്നൊരു പ്രോഗ്രാം ഉണ്ട്. സ്കൂൾ സ്റ്റുഡൻസിന് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, പിന്നെ മാത്തമാറ്റിക്സ് ഇത് പഠിപ്പിക്കുന്ന ഒരു ഇത്. അപ്പൊ അതിന്റെ ഞാനൊരു ചെറിയ പ്രോഗ്രാം ഈ STEM ആദ്യത്തെ ഈ എന്റർപ്രണർഷിപ്പ്, എങ്ങനെയാണ് ഈ ഐഡിയയെ നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാമെന്നുള്ളത്, അങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ആൾറെഡി MCക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഐ തിങ്ക് പ്രോബബ്ലി വി വിൽ വർക്ക് ടുഗദർ. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് 3, 4, 5 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അൺമെറ്റ് നീഡ്. ഇത് ആരും ചെയ്യാത്തതാണോ, സൊസൈറ്റിക്ക് വേണ്ടുന്നതാണോ? നമുക്ക് സൊസൈറ്റിക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. സൊസൈറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും, അൺമെറ്റ് നീഡ്. സെക്കൻഡ് വൺ, നമ്മൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, വാല്യൂ പ്രൊപ്പോസിഷൻ. അതെങ്ങനെയാണ്, അത് നമ്മളെ ഐഡിയ ആയിരിക്കണം, ഒറിജിനൽ ഐഡിയ ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും എന്നുള്ള വാല്യൂ പ്രൊപ്പോസിഷൻ. ടെക്നിക്കൽ, ഇത് ഐഡിയ മാത്രം പോരാ, നമുക്കത് ശരിക്കും റിയലൈസ് ചെയ്യാൻ പറ്റുമോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തന്നെ നമുക്ക് ചൊവ്വയിൽ പോകണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ വെച്ച് അവിടെ നിന്ന് ഞാൻ കുറെ സാധനം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊന്നും ടെക്നിക്കലി തൽക്കാലം വയബിൾ അല്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ടെക്നിക്കലി വയബിൾ ആയിരിക്കണം, അല്ലാതെ വെറും ഡ്രീം ആയിരിക്കാൻ പാടില്ല. പിന്നെ ടീം സ്ട്രെങ്ത് വേണം. ഇത് നമുക്ക് തനിയൊന്നും ചെയ്യാൻ പറ്റില്ല. തമോൻ സാർ, VKD സാർ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചെയ്തെങ്കിൽ ഇതൊക്കെ ഞാനൊരു ഒരു പാർട്ടായിട്ടേ ഉള്ളൂ. നമ്മളുടെ ടീമാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുന്നു, നമ്മളൊരു ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്നു. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നാലും ചെയ്യുന്ന ആ ടീമാണ്. അപ്പം നമുക്കൊരു നല്ലൊരു ടീം വേണം, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഒരു ദിവസം നമ്മൾ ഈ എന്റർപ്രണർഷിപ്പിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം നന്നായിരിക്കും, ഒരു ദിവസം നമ്മളെ മൂഡ് ഔട്ട് ആവും. അപ്പം നമ്മൾ പിന്നെ ഡ്രോപ്പ് ആവാൻ പാടില്ല. വേറെ ആൾക്കാർ വന്ന് നമ്മളെ മൂഡ് ഒന്ന് ബൂസ്റ്റ് ചെയ്യും. ഇതിന് ബിസിനസ് പെർസ്പെക്റ്റീവ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സൊസൈറ്റൽ ഇത് വരുമ്പം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കണമല്ലോ. അപ്പം ഇത് വിറ്റ് നമ്മുടെ ഈ ഐഡിയ വെച്ചിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ അത് വിറ്റ് ബിസിനസ് പെർസ്പെക്റ്റീവ് ഉണ്ടോ, അത് വളരെ ലാഭമല്ലെങ്കിലും അത് നടന്നു പോകുമോ, നമുക്ക് ജീവിക്കാൻ പറ്റുമോ, കാരണം നമ്മൾ വേറെ പണിയൊന്നും ചെയ്യുന്നില്ല, ഇതിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കും സാലറി പോലെ എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ
എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓക്കെ, ഇനി ഒരു കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എൻ്റെ സാറ് പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഇതിൽ നടന്നത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ അങ്ങ് ഇടുകയാണ്. നമ്മുടെ സാധാരണ ഇതെങ്ങനെയാണ് ഐഡിയ സ്പാർക്ക് വരുന്നത് എന്നുള്ളത് ഇതാണ്. നമ്മൾ ഈ ഫൈബർ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫൈബർ, നമ്മളിപ്പം വീട്ടിലൊക്കെ ഇന്റർനെറ്റ് വരുന്ന ഫൈബർ വഴിയാണ്. മുമ്പ് കോപ്പർ കേബിൾ വഴിയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. കോപ്പർ, പിന്നെ കേബിൾ, പിന്നെ ഇപ്പം ഫൈബർ വഴിയാണ് വരുന്നത്. ഈ ഫൈബർ ഡിഫൻസിൽ യൂസ് ചെയ്യുന്നു, കാരണം ഭയങ്കര സെക്യൂരിറ്റിയാണ്. ലൈറ്റ് അതുവഴി പോകുമ്പോൾ നമുക്ക് അതിനെ ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പം കോപ്പർ വയർ ആണെങ്കിൽ അതിനെ ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും, വയർലെസ് ആണെങ്കിൽ ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഫൈബർ ആകുമ്പോൾ സാധാരണ ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഉള്ളത്. ഞാനും പഠിച്ചതാണ്. ഓക്കെ, ഞാനത് പഠിച്ചിട്ട് ഒരു ദിവസം ഇതേപോലെ ലൈറ്റ് എടുത്തിട്ട് ഒരു ഫൈബറിൽ കൂടെ ഞാൻ ഇങ്ങനെ, ഈ നമ്മുടെ സാധാരണ പോയിന്റർ ലൈറ്റ് ഉണ്ടോ, ലേസർ ലൈറ്റ്, അത് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഫൈബർ ബെൻഡ് ചെയ്യുന്നു. ഈ ഫൈബർ ബെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കാണുന്ന അവിടെ ലൈറ്റ് കാണാം. ശരിക്കും ഇതാ ഈ പിക്ചറിൽ കാണുന്ന പോലെ അതിന്റെ എൻഡിലും ലൈറ്റ് ഉണ്ട്, ഈ ബെൻഡിലും ലൈറ്റ് ഉണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ മിണ്ടാതെ ഫൈബറിനെ അങ്ങനെ നൂത്ത് വെച്ചിട്ട് പോകുന്നതല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളൊരു ബെൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതുവഴി ഫൈബർ ലൈറ്റ്, അകത്തൂടെ പോകുന്ന ലൈറ്റിനെ ലീക്ക് ഔട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഇതിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പം ആ വരുന്ന ലൈറ്റ് നമുക്ക് ലീക്ക് ഔട്ട് ചെയ്യിപ്പിക്കാം. ലീക്ക് ഔട്ട് ചെയ്യിപ്പിക്കാമെങ്കിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഈവൻ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനെ വരെ നമുക്ക് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ഡിഫൻസ് ഇൻഫർമേഷൻ പോകുമ്പം എനിമി കൺട്രീസ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് ടാപ്പ് ചെയ്താൽ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അത് ഈ ഫൈബറിൽ ഇടുമ്പം നമ്മൾ ഇന്ത്യൻ ആർമിയും ചുമ്മാ അങ്ങനെ ഇട്ടൊക്കെയാണ്, അവർക്കറിയാം ഫൈബറിൽ നിന്ന് ആർക്കും എടുക്കാൻ പറ്റില്ല എന്നുള്ള, അങ്ങനെയുള്ള ഇതിലാണ് അവർ മൊത്തം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ ഫൈബറും സെക്യൂർ അല്ല എന്നുള്ള ഒരു പുതിയ ഒരു സിദ്ധാന്തം വന്നു. അത് നമ്മളെങ്ങനെ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഡേറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരിടത്ത് അയക്കുമ്പം അതിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടാം, ഇൻട്രൂഡർ കിട്ടാം. അപ്പൊ ഇത് നമ്മൾ ഈ ഐഡിയ വെച്ചോണ്ടിരുന്നില്ല, നമ്മൾ അതിനെ പ്രൂവ് ചെയ്തു. അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് ഒരുപാട് സയൻസ് ഇൻവോൾവ് ആണ്, ടെക്നോളജി ഇൻവോൾവ് ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ട് ഇന്ത്യൻ ഡിഫൻസിന്റെ മേജർ ഒരു വലിയ ഒരു സ്ഥലം, ഒരു സീക്രട്ട് പ്ലേസിലാണ് അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളെ വിളിച്ചിട്ട് നമ്മളിത് പറഞ്ഞു ഒന്ന്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനൊരു ഇൻഫർമേഷൻ ഇങ്ങനെ അയക്കും, നിങ്ങൾ ഇതൊന്ന് ടാപ്പ് ചെയ്താൽ എന്താണ് ഞാൻ അയച്ചു എന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. നമ്മൾ പോയി ഭയങ്കര വിറച്ചൊക്കെ പോയി, കാരണം അത് വർക്ക് ചെയ്തില്ലേ നമ്മൾ പിടിച്ച് അറസ്റ്റ് ചെയ്യുമോന്നും പേടിയാണ്. പോയി നമ്മള് ടാപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അവരയച്ചത് ഒരു ടാങ്കിന്റെ പിക്ചർ ആയിരുന്നു. ഓക്കെ, നമ്മൾ ടാപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് അവർക്ക് സർപ്രൈസ് ആയി. അവർ വിചാരിച്ചത് ഫൈബർ ഒരിക്കലും ടാപ്പ് ചെയ്യാൻ പറ്റില്ല, ഫൈബറിൽ കൊടുക്കുന്ന സിഗ്നൽ. അപ്പൊ നമ്മുടെ ഇൻട്രൂഡർ അല്ല, നമ്മുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യണം അല്ലേ, ഇൻട്രൂഡർ അല്ല. നമ്മൾ അങ്ങനെ ആരെങ്കിലും ഇൻട്രൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അതാണ് ഇൻട്രൂഷൻ പ്രൂഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഇത്. ഇങ്ങനെ നമ്മൾ എഞ്ചിനീയേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തു. അപ്പം ഏത് ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കും ഈ സിസ്റ്റം വഴി കയറി പോവുകയാണെങ്കിൽ, ആരെങ്കിലും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ അറിയാൻ പറ്റും ഇവിടെയാണ് ടാപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ ഒരു ഫൈബർ ഉണ്ട്. അപ്പൊ അത് ടാപ്പ് ചെയ്യുന്ന കൊല്ലത്താണെങ്കിൽ ഉടനെ ഇത് പറയും, കൊല്ലത്ത് ഫാത്തിമ കോളേജിന്റെ അടുത്ത് എന്ന് 50 മീറ്റർ റെസൊല്യൂഷനിൽ ഇത് പറയും, എവിടെയാണെന്ന് ഇമ്മീഡിയറ്റ്ലി പറയും, മില്ലി സെക്കൻഡിനകത്ത് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ആ വൈറ്റൽ ഇൻഫർമേഷനെ വേറെ റൂട്ട് വഴി അയക്കും. ഓക്കെ, അങ്ങനെ സേഫ് ഗാർഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾ ആലോചിച്ചിട്ട്, നിങ്ങൾക്കറിയാം, ഇതൊരു ഭയങ്കര പറഞ്ഞ പോലെ ഒരുപാട് ഡെലിബറേഷൻ ഡിസ്കഷൻ ഒക്കെ നടന്നിട്ടാണ് വരുന്നത്. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ലൈറ്റ് ലീക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ലോസ് വരും, അത് വെച്ച് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇൻട്രൂഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ ടാപ്പ് ചെയ്യാൻ വരുന്നവൻ നമ്മളെക്കാളും 10 times ഇന്റലിജന്റ് ആണ്. അപ്പൊ നമ്മൾ 100 times ഇന്റലിജന്റ് ആയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇതിപ്പം ഞാൻ പറയാൻ കാരണം, ആ ഒരു ചെറിയ ബെൻഡിൽ നിന്നാണ് ഈ ഐഡിയ വന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇതാണ്. ഇതിപ്പം മേ ബി 100 crores മേളിൽ നമുക്ക് ബിസിനസ് കിട്ടി കാണും. ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കും ഇപ്പം ഇൻട്രൂഷൻ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത്. അപ്പം നമുക്കൊരു ഐഡിയ വന്നാൽ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ വേണം. ഇനി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആദ്യം നോക്കാനുള്ള ഒറിജിനൽ, നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂൾ സ്റ്റുഡൻസിന് ഇത് വലിയ ആപ്ലിക്കബിൾ ആയിട്ടില്ല. ഒരു എന്റർപ്രണർ ആയിട്ട് വരണമെങ്കിലാണ് ഇതൊക്കെ ആപ്ലിക്കബിൾ ആവുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലീനിയന്റ് ആയിട്ട് നിൽക്കാൻ കുഴപ്പമില്ല. ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ റീഇൻവെന്റ് ദ വീൽ ചെയ്യല്ലേ. ഇപ്പം വീൽ
റൗണ്ടിൽ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, പല പല എക്സ്പെരിമെന്റ് കഴിച്ചിട്ടാണ്. നേരത്തെ പല പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ റൗണ്ട് ആണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിച്ചു. പിന്നെയും നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകല്ല, വേറെയും സ്ക്വയറും ഹെക്സഗണും ഒക്കെ എടുത്ത് വെച്ചിട്ട്, ഓവലും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പോകല്ല, അത് ഓൾറെഡി ആയി. അപ്പൊ ആ ഒറിജിനാലിറ്റി, നമുക്കൊരു ഒറിജിനാലിറ്റി വേണം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പം ഗ്രാവിറ്റേഷൻ ലാ കണ്ടുപിടിച്ച പോലത്തെ ഒറിജിനാലിറ്റി അല്ല, ചെറിയ ഒരു ഒറിജിനാലിറ്റി മതി. ഞാൻ പറയുന്ന അതിനെ ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് പറയും. ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് അത് മതി നമുക്ക്. പിന്നെ നമ്മുടെ ഇതിന് തുടങ്ങുന്നതിന് മുമ്പ് അറിയണം മറ്റുള്ളവർ ഇതിൽ ഏതുവരെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊരു വിവരം വേണം. അല്ല നമ്മൾ ഈ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന പോലെയല്ല, വേറെ ഒന്നും അറിയണ്ട ഞാൻ ഇത് ചെയ്യുന്നു, അതല്ല, മറ്റുള്ളവർ എന്ത് ചെയ്തു. അപ്പൊ അതറിഞ്ഞാൽ നമുക്ക് അവരുടെ ഷോൾഡറിൽ കാല് വെച്ചിട്ട് പുറത്തു നോക്കാം. എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിന്റെ മേളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 3, പിന്നെ പേറ്റന്റ് വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡെവലപ്മെന്റ് കോസ്റ്റ് ആൻഡ് ടൈം, നമുക്കൊരു ഐഡിയ വേണം. കാരണം ഒരു 15 വർഷം എടുക്കുന്ന ഒരു ഡെവലപ്മെന്റ് ഒന്നും നമുക്ക് ഇതിലെടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇൻകം ഇല്ലാതെ നമ്മൾ ഡൈ ആയി പോകും. പിന്നെ എത്ര കോസ്റ്റ് വേണം എന്നുള്ള ഒരു ഐഡിയ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുതിയ മൊബൈൽ ഫോൺ ഇതാണ്. ഞാനിപ്പോൾ ഒരു ഐഡിയ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ, പല പല ഐഡിയാസ് ഉണ്ട്. ഞാൻ മേ ബി പിന്നീട് പറയാം നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. പിന്നെ റിപ്പീറ്റബിൾ ആയിരിക്കണം. ഒന്നല്ല 100 എണ്ണം ചെയ്താലും ഒരേപോലെ അത് വർക്ക് ചെയ്യണം. അതൊക്കെ നമുക്ക് വേണം. മാനുഫാക്ചറബിൾ ആയിരിക്കണം. കാരണം നമ്മൾ ഇപ്പൊ 1000 നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളല്ല ചെയ്തത്, നമ്മളൊരു ഫാക്ടറിക്ക് കൊടുക്കും. ഫാക്ടറിയിൽ ഇരിക്കുന്നവരൊക്കെ ITI അങ്ങനെയുള്ള ആൾക്കാരാണ്. അവര് നമ്മൾ പറയുന്ന പോലെ ചെയ്യും. അപ്പം നമ്മളുടെ ഡിസൈൻ നല്ല റഗഡായിരിക്കണം. അവർ ചെയ്യുമ്പോൾ നമ്മൾ പോയി ഹാൻഡ് ഹോൾഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് മാനുഫാക്ചറബിലിറ്റി. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾക്ക് ഇത് ഇത്ര ഇൻവോൾവ് അല്ലെങ്കിലും നിങ്ങളിപ്പോ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു അൺമെറ്റ് നീഡ്, എന്താണ് ഒരു റിക്വയർമെന്റ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് വരികയാണ്, നിങ്ങളൊരു പ്രപ്പോസൽ ആയിട്ട് വരികയാണ്. പക്ഷെ അവസാനം ഇതിനൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന എല്ലാ സ്റ്റേജിൽ കൂടെ അത് കടന്നു പോകണം. അത് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആദ്യം നിങ്ങൾക്കുള്ളത് കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് നിങ്ങളുടെ തലയിലുള്ളത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. അതിനാണ് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ഉള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാം, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം, പവർ സപ്ലൈ, ലാബിലുള്ള എല്ലാം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഐഡിയ മറ്റുള്ളവരെ പ്രൂവ് ചെയ്യിപ്പിക്കണം. അതാണ് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ്. ഓക്കെ, കാരണം നിങ്ങളുടെ തലയിലുള്ളത് ശരി എന്ന് പറഞ്ഞിട്ട് പറ്റില്ല, പ്രൂവ് ചെയ്യും. ഒരിക്കൽ പ്രൂവ് ചെയ്താൽ പിന്നെ അതിനെ ഡിസൈൻ, എഞ്ചിനീയറിംഗ് ഡിസൈൻ, നിങ്ങൾ ആരെല്ലാം എഞ്ചിനീയേഴ്സിനാകുന്നു അവർക്ക് എഞ്ചിനീയറിംഗ് ഡിസൈനായിട്ട് പോവാം. പിന്നെ അതിന്റെ ആദ്യത്തെ 10 നമ്പർ ഉണ്ടാക്കുക, അതിന് ടെസ്റ്റ് ചെയ്യുക, അതിലുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ കംപ്ലൈൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലാണ് ലീവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉണ്ടാക്കുന്ന സാധനം ഓൺ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സാധനം ഒന്നും വർക്ക് ചെയ്യാതെ പോലെ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു മൈക്രോവേവ് ഓവൻ ഓൺ ചെയ്യുമ്പോൾ TV ഓഫ് ആകാൻ പാടില്ല, TV വർക്ക് ചെയ്യാതിരിക്കാൻ പാടില്ല. അതിനെല്ലാം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ റിലയബിലിറ്റി, എത്ര ദിവസം വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജോത്സ്യന്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ല, ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, എത്ര വർഷം വാറണ്ടി കൊടുക്കാം. നമുക്കൊരു വാറണ്ടി കിട്ടുമല്ലോ, 5 years, 2 years, 10 years. അതിനൊക്കെ സയൻസും ടെക്നോളജിയും ഉണ്ട് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വേണം ഒരു കമർഷ്യൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്നത്. അല്ലാതെ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു നാളെ തന്നെ കമർഷ്യൽ പ്രോഡക്റ്റ് ആവുമെന്ന് പറയാൻ പാടില്ല. ഒരുപാട് ഇതുണ്ട്. ഇനിയും 1-2 സ്ലൈഡ് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മുടെ റിസർച്ച് ലാബിൽ, എൻ്റെ ലാബിൽ ചെയ്യുന്ന കുറേ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി മാത്രം കാണിക്കുന്നുണ്ട്. എൻ്റെ ടെക്നോളജി ഒന്നും പറയാതെ, ഇപ്പം ഐസിൽ നമ്മൾ സാധാരണ ഐസിൽ ഡ്രോപ്പ് ഇടാൻ വേണ്ടി ഡോക്ടർ തരും. ആ ഡ്രോപ്പ് നമ്മൾ പലപ്പോഴും ഇടാറില്ല. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പറയും, അയ്യോ എനിക്ക് ശരിയായില്ല, കണ്ണ് ശരിയായില്ല എന്നൊക്കെ പറയും. നമ്മൾ ശരിക്കും അത് യൂസ് ചെയ്യാത്ത. അതുകൊണ്ട് അപ്പോളോ ഹോസ്പിറ്റൽ അറിയാമല്ലോ നിങ്ങൾക്ക്, അവർക്ക് വേണ്ടി നമ്മളൊരു സ്മാർട്ട് മെഡിസിൻ ബോക്സ്, ഐ ഡ്രോപ്പ് ബോക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ബോക്സ് അത്ര ഇന്റലിജന്റ് ആണ്. എപ്പോഴും ഒരു പേഷ്യന്റ് ഈ 2 ഡ്രോപ്പ് ഉണ്ട്, AB, ഈ ഡ്രോപ്പ് എടുക്കുന്നോ, അത് എത്ര യൂസ് ചെയ്തോ, അല്ലാതെ വെറുതെ എടുത്തിട്ട് പിന്നെ തിരികെ വെക്കുന്നതല്ല, അത് യൂസ് ചെയ്തോ, പിന്നെ ഈ ഡേറ്റ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട്. അതേപോലെ പേഷ്യന്റിന് ടൈമിംഗ് അനുസരിച്ച് അലാം കൊടുക്കും. 6 മണിക്ക് ചെയ്യാം, 6 മണിക്ക് ഒരു അലാം കൊടുക്കും. അതിലെടുത്തില്ലെങ്കിൽ 6:05 ഒരു അലാം കൊടുക്കും. അപ്പൊ പേഷ്യന്റിനെയും ഹെൽപ്പ് ചെയ്യും. ഈ ഇൻഫർമേഷൻ ഒക്കെ ഹോസ്പിറ്റൽ റെക്കോർഡിൽ പോകും, ഡോക്ടറിന് വേണമെങ്കിൽ കാണാം ശരിക്കും കറക്റ്റ് ആയിട്ട്. അങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്തു. പിന്നെ ECG മെഷീൻ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. ലങ്സ് ഞാൻ പറഞ്ഞു, ക്യാൻസർ ഡിറ്റക്ഷൻ, കിഡ്നിക്ക് വേണ്ടി എന്ത് ചെയ്തു, നമ്മുടെ സാധാരണ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ICUലൊക്കെ നമ്മുടെ അപ്പന്മാരൊക്കെ കിടക്കുമ്പോഴേ, ഈ ICUല് കിടക്കുമ്പോൾ ഈ യൂറിൻ ഒരു ബാഗ് ഇട്ടേക്കും.
അപ്പം ഈ നഴ്സ് വന്ന് എപ്പോഴും എഴുതണം എത്രയായി 100 മില്ലി, എത്ര ഇൻപുട്ട് എത്ര ഔട്ട്പുട്ട് എന്ന് എഴുതണം. എത്ര വെള്ളം കുടിച്ചു, ഒരു ഗ്ലാസ് ഇത്ര. ഓക്കെ, ഔട്ട്പുട്ട് അവർ നോക്കും, അവരൊരു ഇത് എഴുതും, ഇത്ര ml അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഇതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഡിവൈസ് ഉണ്ടാക്കിയത് അത് ഓട്ടോമാറ്റിക്കലി തന്നെ അതിന്റെ വോളിയം അത് കണ്ടുപിടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡേറ്റ നഴ്സസ് സ്റ്റേഷനിൽ കൊടുത്തുകൊണ്ടിരിക്കും. ആരും വന്ന് നോക്കേണ്ട കാര്യമില്ല. അതിന്റെ നമ്മൾ ഈ വെയിറ്റ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഡിജിറ്റൽ സ്കിൻ അനലൈസർ, സ്കിന്നിൽ വരുന്ന പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടി IIT മദ്രാസിന് വേണ്ടി നമ്മൾ ചെയ്തത്. വാക്സിൻ കാരിയർ എന്ന് പറയുന്നത് നമ്മൾ ഈ വാക്സിൻ കോവിഡ് സമയത്ത് വാക്സിൻ അത് ഒരു 4 to 7 ഡിഗ്രി സെൽഷ്യസിൽ അത് റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് പോകും. നമ്മൾ വെറുതെ തുറന്നു വെച്ചിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വാക്സിൻ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും, പിന്നെ വാക്സിൻ അപ്പോൾ ചെറിയൊരു റെഫ്രിജറേറ്റർ ആണ്, ഫ്രിഡ്ജാണ് വേണ്ടത്. ആ റെഫ്രിജറേറ്റർ നമ്മൾ ബാറ്ററിയും പെൽറ്റിയർ കൂളർ നിങ്ങൾ പിന്നെ പഠിക്കും, അത് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു വാക്സിൻ കാരിയർ ഉണ്ടാക്കി അത് ബാക്ക് പാക്കായിട്ട് കൊണ്ടിടക്കാവുന്നു. അതിപ്പോ ഭയങ്കര ഹിറ്റാണ്, ഒരുപാട് വോളിയം വിറ്റും. പിന്നെ അങ്ങനെയുള്ള പല അസിസ്റ്റീവ് ടെക്നോളജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വയസ്സൊക്കെ ആവുമ്പം എപ്പോഴും വീണ് ഈ ഇതുണ്ടല്ലോ, ഈ എല്ല് പൊട്ടുന്ന കാര്യമുണ്ട്, അതിലേക്ക് വേണ്ടി ഒരു ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഫാൾ ഡിറ്റക്ട് ചെയ്തിട്ട് ഉടനെ തന്നെ അതിനെ ടേക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വരികയാണ്. ഇതൊക്കെ ഞാൻ 1-2 ഇങ്ങനെ കാണിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഈ ഇൻഫന്റിന് നിങ്ങൾക്ക് അറിയാമല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് ഈ ജോണ്ടിസ് എന്ന് പറയും, മഞ്ഞ കളർ. ഉടനെ എന്ത് ചെയ്യും, ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് NICU ഇടും. അവിടെ എന്ത് ചെയ്യും, അൾട്രാവയലറ്റ് UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യും. UV ലൈറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ണൊക്കെ ഇങ്ങനെ ബ്ലൈൻഡ് ചെയ്യണം, ഇങ്ങനെ അതിന്റെ ഒരു തുണി വെച്ച് ഇങ്ങനെ കെട്ടും. നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. അത് നമ്മുടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വേറൊരു സാധനം കൊണ്ട് ആ UV ലൈറ്റ് തന്നെയാണ് ഒരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു സാധനം ഡിവൈസിൽ ചെയ്തിട്ട്, അപ്പൊ ഈ കുഞ്ഞിനെ ഈ ബ്ലാങ്കറ്റിൽ കിടത്തിയിട്ട് ഇങ്ങനെ എന്താണ് ഒരു റാപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ NICU കുഞ്ഞ് കിടക്കണ്ട, അത് നേരെ ഇവിടെ തന്നെ കിടന്നിട്ട് ഈ അമ്മയുടെ അടുത്ത് തന്നെ എപ്പോഴും ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആരൊക്കെ എന്തോ ഡ്രോ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾക്ക് സ്ക്രീൻ. പിന്നെ പാഡി ഗ്രെയിൻ, ഈ നെല്ല് എങ്ങനെയാണ് നെല്ലിന്റെ ക്വാളിറ്റി എടുക്കുന്നത് എന്നുള്ളത്, അതിലേക്ക് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തായിരുന്നു. വേസ്റ്റ് വാട്ടർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാടാവും. നിങ്ങൾ എൻ്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, പ്രോഡക്റ്റ് സെൻസ് എന്ന് പറഞ്ഞിട്ട്. ഇതിലൊക്കെ പല കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ കഴിയുന്നില്ല ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ രത്നകുമാർ വൈറ്റ് ബോർഡ് ഒന്ന് മാറ്റാൻ പറ്റും. ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻ, എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, അറിയാവുന്നത് പറഞ്ഞു തരും. ഓക്കെ, ഇനി ചോദ്യങ്ങൾ വരട്ടെ. നിങ്ങൾക്കിപ്പോൾ പല ഐഡിയാസും കാണും, അല്ലെങ്കിൽ മനസ്സിലുള്ള ഐഡിയാസ് ഈ ഉദാഹരണമാവണ്ട. നിങ്ങളുടെ സംഗതി എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോഴാണ്, ഇദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. വരട്ടെ. സാധാരണ മിടുക്കന്മാരും മിടുക്കികളും ഒരുപാട് പേരുള്ള ഗ്രൂപ്പാണിത്. അത് ശരി, എത്ര മിടുക്കന്മാരും ഉണ്ടെന്ന് നോക്കാം. ചോദിച്ചോ? അതെ, ഇപ്പോഴും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സർ, അവര് ചോദിക്കും. ഞാൻ ഐഡിയ എന്റെ മനസ്സിൽ തോന്നിയൊന്ന് പറഞ്ഞോട്ടെ. ഐ എം ശ്യാമള. പ്രൊഫസർ ശ്യാമള പറഞ്ഞോട്ടെ? ഓ പിന്നെ. സർ, ഈ കോൺസെപ്ച്വലൈസ് ചെയ്ത് കഴിയുമ്പോ ഐഡിയ കോൺസെപ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റിലേക്ക് ആകാതെ അത് ഒന്ന് ഡിലേ ആയതിന്റെ ഒരു ഇഫക്റ്റ് ഞാൻ പറയാം. എനിക്ക് എന്റെ കോളേജിലേക്ക് പോകാനായിട്ട് ഒരു ജങ്കാറ് കാരണമായിരുന്നു, എന്റെ വാഹനം കയറ്റാനായിട്ട്. അപ്പൊ ഒരു സീസണില് കായലില് ഈ ആഫ്രിക്കൻ വീഡ്സ്, കപ്പപ്പായൽ, ആഫ്രിക്കൻ ഇത് ഉണ്ട്, ഈ ബോട്ടിന്റെ എഞ്ചിനിലേക്ക് കയറും. അപ്പൊ ഇത് വളരെ സാവകാശ പോകുള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ. അന്ന് പാലം വന്നിട്ടില്ല തുറവൂരുന്ന് പള്ളിപ്പുറത്തേക്ക്. ഇതിങ്ങനെ മനസ്സിലിട്ട് ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അടുത്ത കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി. തിരിച്ചു വന്നപ്പോഴത്തേക്കും SD കോളേജ് ആലപ്പുഴയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റുകാര്
ഇതിനെ അവരുടെ കുട്ടികൾ ലേറ്റ് ആയിട്ട് വരുന്നു. ആലപ്പുഴയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു സീസണിൽ ഈ പായൽ നിറഞ്ഞിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പൊ കുട്ടികൾ ലേറ്റ് ആയിട്ട് വരുന്നു. എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു? അവർക്ക് ബോട്ട് മിസ്സാവുന്നു, അല്ലെങ്കിൽ ബോട്ട് ഇതാവുന്നു. എന്തുകൊണ്ട് ബോട്ട് ലേറ്റ് ആവുന്നു? അപ്പൊ എഞ്ചിനിലേക്ക് പായൽ കയറുന്നു. അപ്പൊ ഈ പായലിനെ എങ്ങനെ യൂസ് ചെയ്യാം? അങ്ങനെ അവര് അതിനെ പലതരത്തില് അതിനെ ഉണക്കി ഫൈബർ എടുക്കുക, പിന്നെ ഇത് ബയോഗ്യാസിൽ ഇൻപുട്ട് ആക്കി എടുക്കുക, ഇങ്ങനെ ഒരുപാട് റിസർച്ച് അവർ ചെയ്തു. ഇനി സാർ പറഞ്ഞല്ലോ ഒരാളുടെ ഷോൾഡറിൽ നിന്ന് വേണം അടുത്ത് തുടങ്ങാൻ. ഈ കുട്ടികൾക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോ റിസർച്ച് എവിടം വരെ എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനെ ഒരു പ്രോഡക്റ്റ് ആക്കണമെങ്കിൽ ഇതിനെ കളക്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും പോയി കായലിൽ നിന്ന് വാരാൻ പറ്റൂല. വാരിക്കൊണ്ടിരുന്നാൽ അത് കോസ്റ്റ് ഇഫക്റ്റീവ് ആവില്ല. അതിന്റെ സേഫ്റ്റി, അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. ഇതിനെ എങ്ങനെ മാസ്സായിട്ട് കളക്ട് ചെയ്ത് ഇത് പ്രോഡക്റ്റ് ആക്കി മാറ്റാം? ഞാൻ കുട്ടികൾക്ക് വിടുന്നു ഈ ആൻസർ. ഇന്നോവേഷൻ അല്ലെങ്കിൽ ആ റിസർച്ച് എൻഡിനെ ഇനി ഇപ്പോൾ എവിടെ നിൽക്കുന്നു അതിനെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം? താങ്ക് യു സർ. വളരെ നല്ല ഇതാണ്, ഐഡിയ ആണ്. അത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം ബോട്ടിലുകൾ, അതേപോലെ വേസ്റ്റ്, ഈ വെള്ളത്തിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള പല പല ഐഡിയാസ് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് കണ്ടാലും അറിയാം. ഇത് നല്ലൊരു ഐഡിയ, അത് നല്ല ഒരു കാര്യമാണ്. അവർക്ക് സ്റ്റുഡൻസ് എങ്ങനെയാണ് പറഞ്ഞതെന്ന് നോക്കാം. Can you tell us some main features of biogas plant? ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നതാണ്. VKD സാറായിരിക്കും നല്ലത്. നമ്മൾ പല പ്രത്യേക വിഷയങ്ങൾ തന്നെ. ബയോഗ്യാസ് പ്ലാന്റിന് പേരിനേക്കാൾ കൂടുതൽ നിങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കെമിസ്ട്രി, ആ കെമിസ്ട്രിയിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള ലോകത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് ജർമ്മനിയിൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്തിട്ടുള്ള ഒരു മോഡലാണ്. ആ മോഡലിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അകത്തെ ബാക്ടീരിയയുടെ ടെമ്പറേച്ചർ, അത് ജീവിക്കുന്ന ടെമ്പറേച്ചർ ഏതാണ്ട് നമ്മുടെ ശരീര താപനിലക്ക് അടുത്ത് 37 ഡിഗ്രി സിക്ക് അടുത്ത് നിർത്തിയാൽ ബാക്ടീരിയകൾക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ 30% ഗ്യാസ് കൂടുതൽ കിട്ടും. അപ്പം അതാണ് അതിൽ വരുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം. രണ്ടാമത്തത്, ഇതിൽ 4 കെമിക്കൽ പ്രോസസ്സുകളാണ് ബയോഗ്യാസ് പ്ലാന്റിനകത്ത് നടക്കുന്നത് ഗ്യാസ് ഉണ്ടാവുന്നത് വരെ. ആദ്യം നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽ അതിൽ അഴുകുന്ന ഒരു സ്റ്റേജ്, അത് കഴിഞ്ഞ് പിന്നെ അതൊരു ലിക്വിഡ് പോലെയുള്ള സാധനമായി മാറുന്ന സ്റ്റേജ്, അത് കഴിഞ്ഞാൽ പിന്നീട് അത് കെമിക്കലായിട്ട് കൺവേർഷൻ നടത്തുന്ന ഒരു സ്റ്റേജ്, അത് കഴിഞ്ഞ് അവസാനമാണ് മെത്തനേഷൻ എന്ന് പറയുന്ന ഈ മീഥേൻ പുറത്തു വരുന്ന സ്റ്റേജ് വരുന്നത്. ഈ 4 പ്രോസസ്സും ഒരേ സ്പീഡിലല്ല നടക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൂടി നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ 2 തരത്തിലുള്ളതാണ്. ഒന്ന് ഫ്ലോട്ടിംഗ് ഡോം ടൈപ്പ്, മറ്റത് ഫിക്സഡ് ഡോം ടൈപ്പ്. അത് ചൈനയിലത്തെ മോഡലാണ്. ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ കൂടുതൽ പ്രചരിച്ചു വരുന്നത്. ഇത് രണ്ടിലും ഒരു പാത്രത്തിനകത്താണ് ഇത് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ 2 പാത്രങ്ങളിലാക്കിയിട്ട് ഈ 4 പ്രോസസ്സിൽ ഏതാണ്ട് 3 എണ്ണം ഏകദേശം അടുപ്പിച്ച് ഒരു സ്പീഡിൽ പോകും, മറ്റേത് കുറച്ചുകൂടി സ്ലോ ആണ്. അപ്പോൾ അങ്ങനെ 2 കണ്ടെയ്നർ ആക്കി മാറ്റിയാൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ എഫിഷ്യൻസി കിട്ടും. ഇതാണ് ഈ കണ്ടുപിടുത്തത്തിന്. അതിന് 3-4 ആഗോള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതേ കണ്ടുപിടുത്തക്കാരൻ ഇപ്പോൾ പറയുന്നത്, നേരത്തെ ശ്യാമള ടീച്ചർ പറഞ്ഞ മാതിരിയുള്ള പ്രശ്നം, ഈ ആഫ്രിക്കൻ പായലിൻ്റെ പ്രശ്നം ഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്. കൊതു വളർത്തൽ, ഇങ്ങനെ പലതും ഉണ്ടാവില്ല. അപ്പം അതിന് പകരമായിട്ട് ഇപ്പോഴ് അത് വലിച്ചിട്ട് നമ്മൾ ബയോചാർ ആക്കി മാറ്റിയാൽ അത് നമ്മളെ കൃഷിയിലും മറ്റ് പല ആവശ്യങ്ങൾക്കും ഏറ്റവും കാർബൺ ഫുട് പ്രിന്റ് കുറഞ്ഞ രീതിയിലും ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തം. അത് അവസാനത്തതായിക്കൊള്ളണമെന്നില്ല. സാറ് പറഞ്ഞ മാതിരി ഈ ഇത്രയും കിട്ടിയിട്ടുള്ള നിലയിൽ നിന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങളിനി ഇതിനെ എങ്ങനെയെങ്കിലും കൂടുതൽ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ പറയാൻ കാരണം, ഇങ്ങനെയുള്ള എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജികളും ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാൻസാനിയയിലെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട്
അവിടെ ഒരു വർക്ക്ഷോപ്പ് വെച്ച്, ബയോഗ്യാസ് പ്ലാന്റിനുള്ള ഒരു വർക്ക്ഷോപ്പ് വെച്ച് അവിടെ ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള വർക്ക്ഷോപ്പ് ബയോഗ്യാസ് ടെക്നോളജിസ്റ്റിനെയും കൊണ്ടുവന്നു. അതിൽ വിയറ്റ്നാമിൽ നിന്ന് വന്ന ഒരാൾ അവർക്ക് പ്രാക്ടിക്കലായിട്ടൊരു വർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് വന്ന ആളുടെ ടീമിൽപ്പെട്ട 3-4 പേര് കൂടിയിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം തിയററ്റിക്കലായിട്ട് പഠിച്ചതിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസിയും കൂടുതൽ ഗ്യാസും അതിലുണ്ടാകുന്നതായി കണ്ടു. അവരോട് ചോദിച്ചു ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറയില്ല, ഇത് ഞങ്ങളുടെ ഒരു സൂത്രമാണ്. അതുപോലെ നിങ്ങൾക്കും പുതിയ സൂത്രങ്ങൾ കണ്ടെത്താം എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. പിന്നീട് ബയോഗ്യാസിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ വെക്കാം, ബയോഗ്യാസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി അതിൽ നിന്നും മാറി മറ്റ് ചോദ്യങ്ങളിലേക്ക് നീങ്ങുക. എന്താണ് സുഫിയാൻ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സുഫിയാൻ ഇല്ല. ഇല്ല. വേറെ ആരാണ് ചോദിക്കുന്നത്? വന്യമൃഗങ്ങൾ ഇപ്പോഴെപ്പോഴും എന്നും പത്രത്തിലുള്ളതാണ്. അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എന്നും പത്രത്തിൽ ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നു, അത് ഇത് ആന വരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സയന്റിഫിക് നല്ല കുറെ ഉണ്ട് സൊല്യൂഷൻസ്. പക്ഷെ നിങ്ങൾക്ക് വേറെ അതേപോലെ ലാൻഡ് സ്ലൈഡ് അതിൽ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഈ കടൽ കയറിയിട്ട് തീരപ്രദേശങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെന്തെങ്കിലും നമുക്ക് ശാസ്ത്രീയമായ പരിഹാരം, അത് മുൻകൂട്ടി കണ്ടെത്താൻ അതിനുള്ളൊരു വാർണിംഗ്, ഇങ്ങനെയുള്ള പലതും. ഹലോ സാർ, പറയൂ. ഈ കടലിലെ മണൽ ഖനനം നല്ലതാണോ കടലിന്? പറഞ്ഞു സാറേ പറയണത്. ഒരു സ്റ്റഡി നടക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പോഴേ. സ്റ്റഡി നടക്കുകയാണ്. ഒന്നാമത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ടും എന്താണ് ഇക്വേറ്റ് ചെയ്ത് നോക്കണം. ഏതാണ് വേണം. അവിടെ നിന്ന് നമുക്ക് ധാതു കിട്ടും, പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ. ഇപ്പൊ ഏതാണ് അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം ഡിസൈഡ് ചെയ്യാൻ. നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാലും പറ്റില്ല. എൻവയറമെന്റൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടിരുന്നാലും പറ്റില്ല. സോ സം ഡിസിഷൻ നമുക്ക് എടുക്കേണ്ടി വരും. ഏതാണ് ആവശ്യം എന്നുള്ള ഒരു ലിമിറ്റഡ് വേയില് ചിലപ്പോൾ നന്നായിരിക്കും. എല്ലാരും പത്രമൊക്കെ വായിക്കുന്നുണ്ട് എന്തായാലും. അതെ നന്നായി. അടുത്ത ചോദ്യം വരട്ടെ. സർ, എനിക്ക് ഡൗട്ട് ഉണ്ട്. നമുക്ക് ഒരു പഴയ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുമ്പോഴേ ഇന്നോവേഷൻ ആവുന്നേ. സോ നമ്മൾ ഒരു ഒബ്സൊലീറ്റ് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിന് പുതിയ യൂസ് കേസ് ഉണ്ടാക്കുവാണെങ്കിൽ, മാത്രമല്ല അതിന് കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ അത് ഇന്നോവേഷൻ ആവത്തില്ലേ? എങ്ങനെയാണ്? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ രണ്ട് രീതിയിലുണ്ട്. ഒന്നും ഇല്ലാത്തത് ഒബ്സൊലീറ്റ് സാധനങ്ങളെ ഇന്നോവേഷൻ കൊണ്ട് എന്താ പുതിയ നല്ല സാധനം ആക്കാൻ പറ്റും. അങ്ങനെയും ആക്കാം. അതും ഇന്നോവേഷൻ ആണ്. പിന്നെ ഇല്ലാത്തത് നമ്മൾ കൊണ്ടുവരുന്നത് അതും ഇന്നോവേഷൻ ആണ്. ഒരു ഡൗട്ട് കൊണ്ടുണ്ട്. ചില സമയത്ത് ആദ്യം ഉണ്ടായ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് പകരം ആൾക്കാര് വേറെ ടെക്നോളജി ഉപയോഗിക്കും. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ ടെക്നോളജി റീഡിസ്കവർ ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങും. സോ നമ്മൾ പഴയ ടെക്നോളജി പുതിയതായിട്ട് എടുത്ത ഇന്നോവേഷൻ ആവത്തില്ലല്ലോ. പക്ഷെ ചില സമയത്ത് വർക്ക് ആവുന്നുണ്ട്. പണ്ട് ചില ടെക്നോളജീസ്, അതായത് ചില ബോട്ട്സിന് ഇലക്ട്രിക് ബാറ്ററി ആയിരുന്നു, ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു ഉപയോഗിക്കുന്നത് പവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ആ സെയിം ബോട്ട്സിന് ബാറ്ററി തന്നെ ഉപയോഗിക്കുന്നത്, പക്ഷെ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്നത് പവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി ടെക്നോളജി ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷെ ഐഡിയ പഴയതാ. അത് ഇന്നോവേഷൻ ആണോ? അത് ഇന്നോവേഷൻ ആണ്. ലിഥിയം അയൺ ബാറ്ററിയും മറ്റേതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ടെക്നോളജി ആണല്ലോ. അത് ഇന്നോവേഷൻ ആണ് എന്തായാലും. കാരണം അതിലും ഇത് പ്രോസസ്സ് ബാറ്ററി യൂസ് ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആ ബാറ്ററി പുതിയ ടെക്നോളജി ആണല്ലോ. അത് ഇന്നോവേഷൻ ആണ്.
നമ്മൾ എന്ത് So- വേണമെങ്കിലും നമ്മൾ സാധാരണ പറഞ്ഞ ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ അത് ഓക്കെയാണ്. ഓക്കെ, സോ ഐഡിയ ഇംപ്രൂവ് ചെയ്ത ഇന്നോവേഷൻ ആവും. അതെ 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 അതെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേറ്റന്റും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സർ, താങ്ക്സ്. പിന്നെ ഇനിയും വരട്ടെ. സാർ, ഈ വേസ്റ്റ് കടലിൽ തള്ളാതെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ബെസ്റ്റ് ഐഡിയ എന്താണ് സാറിന്റെ ഒപ്പീനിയൻ? എന്റെ ബുദ്ധിയിൽ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അങ്ങനെ അവസാനം ഇത് ഒരേ ഒരു കാര്യമുള്ളതുണ്ടല്ലോ. നമ്മളിപ്പം ഞാനിപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ അമർ രാജ, നിങ്ങൾക്ക് ആമറോൺ ബാറ്ററീസ് അറിയാമായിരിക്കും. ആമറോൺ ബാറ്ററീസ് ഇത്രയും നമ്പറിൽ ഡെയിലി ഇങ്ങനെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വലുതാവുമ്പോൾ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് ഒരു വളരെ ഭയങ്കര നല്ല പ്രോസസ്സാണ്. ഈ ഇതെല്ലാം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ യൂസ് കഴിഞ്ഞ ബാറ്ററിയെ തിരിച്ചെടുത്തിട്ട് പിന്നെ അതിനെ റീപ്രോസസ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ കളഞ്ഞ എൻവയൺമെന്റിൽ കളയുകയല്ല. അപ്പൊ ഇപ്പൊ ഐ തിങ്ക് ഇപ്പോഴൊരു പുതിയ ഇത് വരുന്നത്, ഇപ്പൊ ആരാണോ അത് ഡെവലപ്പ് ചെയ്തോ അല്ലെങ്കിൽ ആരാണോ അത് സപ്ലൈ ചെയ്തോ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന്റെ യൂസ് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഐഡിയാസ് കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ, കളയാതിരിക്കാൻ പറ്റത്തുള്ളൂ. റീയൂസ് ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ വേസ്റ്റ് വാട്ടർ നമ്മൾ ഈ നമ്മുടെ യൂസ് ചെയ്യുന്ന വാട്ടറിനെ കണ്ടില്ലേ, നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചത് കണ്ടോന്ന് അറിയില്ല, അതേപോലെ ഈ ഇതുണ്ടല്ലോ, തുണി നനച്ച നമ്മുടെ വാഷിംഗ് മെഷീനിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വാട്ടറിനെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്ലഷ് ടാങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്രത്തോളം മിനിമൈസ് ചെയ്യാം, എത്രത്തോളം റീയൂസ് ചെയ്യാം, എത്രത്തോളം റീപ്രോസസ് ചെയ്യാം എന്നുള്ള ഇതാണ് നമ്മൾ നോക്കാനുള്ളത്. അവിടെ സാറ് സാറ് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ എംഫസൈസ് ചെയ്യണം. നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരെണ്ണം ചെയ്യുമ്പോൾ മറ്റൊരെണ്ണത്തിന് കുഴപ്പം വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ കടൽ വെള്ളം ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ വഴിക്ക് നമ്മുടെ മദ്രാസിലുള്ള NIOT അവിടുത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ലക്ഷദ്വീപിലും പല സ്ഥലങ്ങളിലും തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളം ശുദ്ധീകരിക്കുന്ന ശുദ്ധജലം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ടെക്നോളജിയിൽ കടൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെയും പിന്നെ അതെടുക്കുന്ന ഒരു ഏകദേശം 800 മീറ്റർ താഴെ ഉള്ള വെള്ളവും തമ്മിൽ 10-16 ഡിഗ്രി ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. അത്രയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള വെള്ളം കൊണ്ടുവന്നാൽ അതിനെ ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിൽ അതിനെ സ്വേദനം നടത്തി ശുദ്ധജലം നമുക്ക് കിട്ടും. അതിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വാട്ടറിൽ അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ള ഉപ്പ് മുഴുക്ക അതിൽ വരും. അപ്പോൾ ആ വേസ്റ്റ് വാട്ടർ തീരത്ത് തന്നെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള കടൽ ജീവജാലങ്ങളടക്കം ഈ ഉപ്പ് കൂടിയത് കൊണ്ട് ചത്തുപോകും. അതുകൊണ്ട് വളരെ അകലെ കൊണ്ടുപോയിട്ട് മാത്രമേ അത് കളയാൻ പറ്റൂ. അപ്പൊ അതൊരു ചെറിയൊരു ഡീവിയേഷനാണ്. നമ്മൾ ആ ഭാഗവും കൂടി നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അവിടെ ഒരു പോയിന്റായി മാത്രം സാർ പറഞ്ഞെങ്കിലും ഡെഫിനറ്റായിട്ടും അത് നമ്മൾ പുതിയ ഇന്നോവേഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ അതിന് വേറെ ആരുടെ ചോദ്യമുണ്ട്? വരട്ടെ. അതെ, പ്രത്യേകിച്ചും ഹൈസ്കൂൾ സെക്ഷനിൽ നിന്നുള്ള മെന്റർ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത് പിന്നീട് നിങ്ങളെ കുട്ടികൾക്ക് അവരുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പാസ് ചെയ്ത് കൊടുക്കാം. സാർ, ഈ ഭൂമിയിൽ 97% വെള്ളവും ഉപ്പ് വെള്ളമാണ്. ഇതിനെ ട്രീറ്റ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന, അല്ലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെള്ളമാക്കാൻ ഇതുവരെ എന്തെങ്കിലും വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, എത്രയോ ടെക്നോളജികളുണ്ട്. സോളാർ ഡിസ്റ്റിലേഷൻ തന്നെ ഒരെണ്ണമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ കമേഴ്ഷ്യലായിട്ട് കൃഷി നടത്തുന്നുണ്ട്. ആ വെള്ളം തന്നെ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴ് അഗ്രോ വോൾട്ടേക്സ് എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. അതായത് സോളാർ ലൈറ്റ്. പറ്റുന്നില്ല.
ലൈറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ അതിലത്തെ ചൂട് ഉപയോഗിച്ച് ചൂടുവെള്ളവും ലഭ്യമാക്കുന്ന പാനൽ 2 സാർ തരം കേൾക്കാൻ പറ്റുന്നില്ല സാർ. കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പോ കേൾക്കാമോ? നമുക്ക് കേൾക്കാം. നമുക്ക് ജനറലായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ സാർ സോളാർ കേൾക്കാൻ പറ്റുന്നില്ല. അതിന് അവിടെ എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. മറ്റുള്ള പലർക്കും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് പിന്നീട് നിങ്ങൾക്ക് ഇതിന്റെ കേൾക്കാൻ പറ്റുന്നില്ല സാർ. അതെ, നിങ്ങൾ റെക്കോർഡിംഗ് വരുമ്പോൾ ശ്രദ്ധിക്കുക. അമ്മ അപ്പോൾ അതിന് ടെക്നോളജികൾ ഉണ്ട്. ശരി. അടുത്ത ചോദ്യം. പിന്നീടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID ഉണ്ട്, എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. കൊച്ച് മീൻസ് സ്റ്റുഡൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. നിങ്ങൾ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ തീർച്ചയായും നിങ്ങൾ സാറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് തന്നെ പരിഹരിക്കാം. അതിപ്പോൾ നിങ്ങളുടെ വളരെ എന്താണ് പറയേണ്ടത്, വിലപിടിച്ച നിങ്ങളുടെ സ്വകാര്യത ഒട്ടും കളയാതെ നിങ്ങൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം വാങ്ങിച്ച് ചെയ്യാം. ഇതുപോലെയുള്ള മീറ്റിങ്ങിൽ പരസ്യമായിട്ട് പറയണ്ട. അപ്പോൾ അതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാമോ, അല്ല ഞങ്ങൾ പിന്നീട് പാസ് ചെയ്ത് കൊടുത്താൽ മതിയോ? കൊടുത്താലും മതി സാർ. സാർ സാറിന് കൊടുക്കാം. ചോദിച്ചോളൂ. സാർ ചോദിച്ചോളൂ. വീഡിയോ ചോദിച്ചോ, കുഴപ്പമില്ല. സമയം കഴിഞ്ഞോ? ഇല്ല, കുഴപ്പമില്ല, ചോദിച്ചോളൂ. സാർ ചോദിക്കോളൂ. ചോദ്യം വരുന്നില്ലല്ലോ. ചോദിച്ചോ, ശബ്ദം പുറത്തു വരുന്നില്ലല്ലോ. സാറിനെ അധിക നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യിക്കരുത്. പെട്ടെന്ന് ചോദിക്കണ്ടേ. ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇപ്പോഴില്ലെങ്കിൽ അതെ, എനിക്ക് നാളെ ബാംഗ്ലൂർ പോകാനുള്ളതാണ്. രാവിലെ 4 മണിക്ക്. ലബ്ബ സാർ എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ടോക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം പ്രായം ഇതിനൊരു ഘടകമല്ല എന്ന് ഞാൻ പറയുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായം ഒരു ഘടകമല്ല. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. കാര്യം ഈ കുട്ടികൾക്ക് അത് ശരിക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. വിശേഷിച്ചും ഇന്നോവേഷനും ഇൻവെൻഷനും എന്നൊക്കെ പറഞ്ഞ് പല പല അഭിപ്രായങ്ങൾ പറയുന്നത്, അത് എങ്ങനെ അതിലേക്ക് പോകുന്നു എന്നുള്ളത്, അതിൻ്റെ ഡെവലപ്മെന്റ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പ്രസംഗകൻ സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. ഈ കുട്ടികളെ കൊണ്ട് വലിയ ശല്യമാണ്. അവരെല്ലാം ഫോട്ടോ കോപ്പി ചെയ്യുന്നുണ്ടില്ല. മര്യാദയില്ല. ധാരാ ചെയ്യുന്നത് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത് സഹിക്കാം. അതല്ല, ഒരു ഉത്തരവാദിത്തം വേണ്ട. ഇത്ര നല്ല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ. പോട്ടെ. ഏതായാലും രത്നകുമാർ സാർ വല്ല അസൈൻമെന്റ് എന്തെങ്കിലും പ്രത്യേക അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകാൻ. പിന്നീട് എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ പറയാം. ഈ സുരേഷ് കുമാർ സാർ അത് പ്രസന്റേഷൻ നിർത്താം സാർ. ഓക്കെ. അപ്പൊ നമ്മള് ഈ പ്രധാനമായിട്ടും നമ്മള് ഈ ഇപ്പം നിങ്ങള് വരാത്ത ആൾക്കാർ, എന്തൊരു കാരണം വെച്ചാൽ വരാത്ത ആൾക്കാർ നിങ്ങൾ വീഡിയോ റെക്കോർഡായിട്ടുള്ള നമ്മളെ സൂം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. യൂട്യൂബ് ചാനല് എല്ലാം അതിനകത്ത് ഒന്നാം. ഇപ്പൊ തന്നെ നമുക്ക് 100
69 പേരോളം ചേർന്നിട്ടില്ല, ബാക്കിയുള്ള ആൾക്കാർ ചേരുക അതിനകത്ത്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്ന് പ്രോജക്റ്റുകളുടെ പ്രപ്പോസൽസ് വന്നില്ലെന്ന് മനസ്സിലാക്കും. കൊല്ലം ജില്ലയിൽ നിരവധി പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് ആലപ്പുഴയിലെ കുട്ടികൾ അധ്യാപകരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കൊള്ളാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രീൻ എനർജി ഫോറം 3@gmail.com പറഞ്ഞൊരു ഇമെയിലായിട്ട് അയച്ചാൽ. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ അത് നിങ്ങൾ അയച്ചു തരിക. പേരെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. മധുകൃഷ്ണൻ സംസാരിക്കണ്ടോ? ഡോക്ടർ അനിതാ ശങ്കർ? ഇല്ല സാർ, പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നും പറയാനുണ്ടോ? ഇല്ല സാർ, ഇല്ല. സർ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വളരെ ഗംഭീരമായ ഒരു ക്ലാസ് ആയിരുന്നു. ശരിക്കും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല ഗംഭീര ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഏതായാലും ഔപചാരികമായിട്ടുള്ള ഒരു താങ്ക് യു പറയാൻ ഞാൻ പ്രൊഫസർ ശ്യാമളയെ ക്ഷണിക്കുന്നു. പ്രൊഫസർ. സർ, ഈ സ്ക്രീൻ കാരണം എന്നെ കാണാൻ പറ്റുന്നില്ലായിരിക്കും. കുഴപ്പമില്ല, പറഞ്ഞോളൂ. Project Director and Green Energy Forum President Damodaran Sir, Vice President Lebba Sir, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ സുരേഷ് നായർ സർ, കോർഡിനേറ്റേഴ്സ് സ്റ്റേറ്റ് കോർഡിനേറ്റർ രത്നകുമാർ സർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് അനിത ശങ്കർ ആൻഡ് മധു കൃഷ്ണൻ സർ, സ്റ്റുഡൻസ് ആൻഡ് മോട്ടിവേറ്റഡ് ടീച്ചേഴ്സ്. ഇന്ന് വളരെ നല്ല ഒരു പ്രഭാഷണം, അതായത് ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ആയിട്ടോ സർവീസ് ആയിട്ടോ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ ഇത് വളരെയധികം പ്രയോജനപ്പെട്ടു. വളരെ സിമ്പിൾ ലാംഗ്വേജിലായിരുന്നു പ്രസന്റേഷൻ. സാറിന്റെ ഈ സയൻസ് ആൻഡ് സൊസൈറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സയൻസ് ആൻഡ് സൊസൈറ്റിയിലെ ഈ ആശയങ്ങളൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ പോയിട്ടുണ്ട്, കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം സാറിന്റെ ഈ ആശയങ്ങൾ എങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ള ഉദാഹരണത്തോടു കൂടി പറഞ്ഞത് വളരെ പ്രയോജനകരമായിരുന്നു. എനിക്ക് തോന്നുന്നു പരീക്ഷ ആയതുകൊണ്ടായിരിക്കാം കുട്ടികളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാതിരുന്നത്. പക്ഷെ എല്ലാ തവണയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതാണ്. അവര് ഇമെയിലിലൂടെ അയക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നല്ല ഒരു പ്രസന്റേഷൻ നടത്തിയതിന് സുരേഷ് നായർ സാറിന് ഈ പ്രോജക്റ്റ് ടീമിന്റെ പേരിലും കുട്ടികളുടെയും അധ്യാപകരുടെയും പേരിലും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. കൂടാതെ ഇതിന് പ്രോജക്ട് ഡയറക്ടർ ദാമോദരൻ സർ, വൈസ് പ്രസിഡന്റ് ലെബ്ബ സർ, രത്നകുമാർ സർ, മധുകൃഷ്ണൻ സർ, അനിത ശങ്കർ, സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് ഈ വിശദീകരണങ്ങളും ക്ലാസ് മൊത്തത്തിൽ വളരെ ലളിതമായതുകൊണ്ട് അവർക്ക് എല്ലാം തനി മലയാളത്തിൽ തന്നെ ഒക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏതാണ്ട് 3/4 ഭാഗവും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൂടുതൽ ചോദ്യങ്ങൾ വരാതിരുന്നത്. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ അവരുടെ സെലക്ട് ചെയ്യാൻ പോകുന്ന പ്രശ്നവും അതിൻ്റെ സൊല്യൂഷനും ബന്ധപ്പെട്ടതായിരിക്കും. അത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇതിനു മുമ്പ് നമുക്ക് പ്രഭാഷണങ്ങൾ നടത്തിയ ആൾക്കാരെടുക്കുകയും സുരേഷ് നായർ സാറിനെടുക്കുകയും അതുപോലെ എല്ലാവരെടുക്കുകയും ഇമെയിലിൽ കൂടി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രോജക്റ്റിൻ്റെ ഉടനീളം അവർക്ക് എപ്പോൾ വേണമെന്ന് വെച്ചാൽ ഉള്ള സഹായം നൽകും. ആ രീതിയിൽ പറ്റുന്നില്ല സർ. അതിന്റെ മൊബൈലിലേക്ക് അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഇനി നമുക്ക് കൂടുതലായിട്ട് ഈ സമ്മേളനം നീട്ടുന്നില്ല. നമുക്ക് ഡോക്ടർ രത്നകുമാറിനോടൊക്കെ പറഞ്ഞ് ഒരു കാര്യം പറയട്ടെ സർ. പറഞ്ഞോളൂ സർ, ശരിക്കും പറഞ്ഞാല് സർ ഇത്രയും നല്ല റിസോഴ്സ് പേഴ്സൺസിനെയൊക്കെ കൊണ്ടുവന്ന സാറിനോട് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. വി സല്യൂട്ട് യു സർ. അതുപോലെ തന്നെ എനിക്ക് ഈ കുട്ടികളോട് പറയാനുള്ള ഇവർ എന്തൊരു ഭാഗ്യവാന്മാരാണ് സാറേ. നമ്മളൊക്കെ ഈ വയസ്സുകാലത്താണ് ഞാനൊക്കെ ഇതുപോലത്തെ നല്ല പ്രഭാഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഇവർക്ക് ഇത്രയും വലിയ പ്രഭാഷകരെ കൊണ്ടുവന്ന് അവർക്ക് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. അത് കോളേജ് ലെവലായാലും സ്കൂൾ ലെവലായാലും ഒത്തിരി നന്ദി സർ. ഇനി അടുത്ത പ്രഭാഷണവും കേൾക്കാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ രത്നകുമാർ. സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനി അടുത്ത ക്ലാസ് എന്നാണ്? അടുത്തത് ക്ലാസ് 8-ാം തീയതി 7 മണിക്ക്. മറ്റന്നാൾ. വന്ന ആൾക്കാരെല്ലാം അതിൽ വീണ്ടും പങ്കെടുക്കണം. എല്ലാവരെയും അറിയിക്കാൻ ചില ബുദ്ധിമുട്ടായിരിക്കും.
എന്തായാലും ഗ്രൂപ്പിൽ താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ ശരി എൻഡ് ചെയ്യട്ടെ സാർ. ശരി ക്ലോസ്.